മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതും കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി. ഹരിതമൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്ക് ഒരു ദാഹമുണ്ടായി, ഒടുക്കത്തെ ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ. ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നു തിരും ഉതിരമവർ മോന്തി. ആടിത്തിമിർക്കും തിമിർപ്പുകളിലെങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃതിതാളം. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമുരിയുന്നു. പ്രൊഫസർ മുരളീധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു വരികയാണ്. മാഷയുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക് CPIM നടത്തുന്ന അനുസ്മരണ പരിപാടി ഉള്ളതുകൊണ്ട് പലപ്പോഴും ആഗസ്റ്റ് 3-ാം തീയതിയാണ് നമ്മൾ ഈ പരിപാടി നടത്തി വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളേതുപോലെ ഈ വർഷവും ഒരു സ്മാരക പ്രഭാഷണവും അതോടൊപ്പം തന്നെ ഒരു അനുസ്മരണ പ്രഭാഷണവും മാഷയുടെ പേരിൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന അധ്യാപക അവാർഡ് സമർപ്പണവും ആണ് ഈ വർഷവും നമ്മൾ നടത്തുന്നത്. ബോധപൂർവം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനും ആ മേഖലയിലേക്ക് വർഗീയ കക്ഷികൾക്ക് കടന്നു വരാനുള്ള സന്ദർഭം ഒരുക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഗവർണർ എന്ന് പറയാൻ നമുക്കറിയാം ഒരു ആലങ്കാരികമായ സ്ഥാനം മാത്രമാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഗവർണറാണ് കേരളത്തിൻ്റെ ഇത്തരം ഉന്നത വിദ്യാഭ്യാസ മേഖലയായാലും മറ്റെല്ലാ മേഖലയിലും ഇടപെടുന്നത് നമുക്കറിയാം. ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർ എങ്ങനെയാണ് നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. വളരെ വളരെ അപകടകരമായ ആപൽക്കരമായൊരു അവസ്ഥയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ വളർന്നു വരുന്നുണ്ട്, ചെറുത്തുനിൽപ്പുകൾ വളർന്നു വരുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ അത്തരം ചെറുത്തുനിൽപ്പുകൾക്കും അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഊർജം പകരുന്നതാണ് മുരളിമാഷയുടെ സ്മരണ. ആ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ രീതിയിൽ പങ്കാളികളാകുകയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരമാവധി ആളുകൾ ഇത്തരം ചിന്തകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. അതാണ് നമുക്ക് മുരളിമാഷയുടെ സ്മരണയ്ക്ക് മുമ്പിൽ അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാഷിൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രൊഫസർ എം മുരളീധരൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന രാജാ ഹരിപ്രസാദ് തൃശ്ശൂരുകാരനായിരുന്നു. അന്ന് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിക്കുന്ന UP ജോസഫ് തൃശ്ശൂരുകാരനായിരുന്നു. ഹരിപ്രസാദ് മുരളിമാഷെ പരിചയപ്പെടുത്താറുള്ളത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും
മനസ്സിലാക്കാനും ഇടപെടാനും വേണ്ടി ശ്രമിച്ചിരുന്ന ഒരാൾ എന്ന രീതിയിലാണ്. സാംസ്കാരിക രംഗത്ത്, പാരിസ്ഥിതിക രംഗത്ത്, സജീവമായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് എല്ലാം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാം. ഈ സദസ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളെയും ബന്ധങ്ങളെയും നമുക്ക് കാണിച്ചു തരുന്നതാണ്. അദ്ദേഹവുമായി നേരിട്ട് ഇടപെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വ സവിശേഷതകളിലേക്ക് ഞാൻ കൂടുതൽ കടന്നു ചെല്ലേണ്ട കാര്യമില്ല. കടന്നു ചെല്ലുന്നൊരു അധിക ഭാഷ ഇടപെടലായിരിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പ്രൊഫസർ എം മുരളീധരൻ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പ്രൊഫസർ എം മുരളീധരനെ പോലെ ഒരു മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം കൈമുതലായിട്ടുള്ളൊരാൾക്ക് ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ഇടപെടാൻ വേണ്ടി പറ്റാവുന്ന ഒരു വ്യക്തിത്വം വികസിച്ചു വന്നിട്ടുള്ളത് എന്നതാണ്. അതിനർത്ഥം രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തവും കൃത്യവും സമഗ്രവുമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയം എന്നുള്ളത് എല്ലാറ്റിൻ്റെയും സമുന്നയമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയം മറ്റ് മേഖലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നാണ് എന്നതല്ല, മറിച്ച് എല്ലാ രംഗങ്ങളിലേക്കും ഇടപെട്ട് നിൽക്കുന്ന, വേരാഴ്ത്തി നിൽക്കുന്ന, അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറ്റാത്ത ഒന്നാണ് രാഷ്ട്രീയം എന്ന തിരിച്ചറിവായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് അത്തരം ഇടപെടലിലേക്ക് കടക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മാർക്സിൻ്റെ പ്രസിദ്ധമായ ഒരു കാഴ്ചപ്പാടുണ്ട്. വിശുദ്ധ കുടുംബം എന്ന പുസ്തകത്തിന് അതിനെ വിമർശിച്ചുകൊണ്ട് മാർക്സ് തൻ്റെതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം വിശുദ്ധ കുടുംബം എഴുതിയ ബോബർ സഹോദരന്മാരെ വിമർശിക്കുന്നത് ഏത് പ്രവർത്തികൾ നമ്മൾ നടത്തുമ്പോഴും അതിൽ ചേർക്കേണ്ടതാണ് സ്നേഹം എന്നുള്ളത് എന്ന കാഴ്ചപ്പാടായിരുന്നു ബോബർ സഹോദരന്മാർ വിശുദ്ധ കുടുംബത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതിനെയാണ് മാർക്സ് തിരുത്തുന്നത്. മാർക്സ് പറയുന്നത് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും പുറത്തു നിന്ന് ചേർക്കേണ്ട ഒന്നല്ല, ആ പ്രവൃത്തികളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കേണ്ട ഒന്നാണ് സ്നേഹം, പ്രണയം എന്നെല്ലാം തുടങ്ങിയ വികാരങ്ങൾ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പ്രവൃത്തികളിലുടനീളം നാം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് മനുഷ്യസ്നേഹമെന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് ഒരു മാർക്സിസ്റ്റ് എന്ന നിലയിൽ തന്നെ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനും ഇടപെടാനും വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളിതെല്ലാം ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ധാരണ നിശബ്ദ വസന്തത്തിൻ്റെ 1960കളിലൂടെയാണ് പാരിസ്ഥിതികമായ ചിന്തകൾ വികസിച്ചു വന്നിട്ടുള്ളത് എന്നതാണ്. എന്നാൽ അതിനും എത്രയോ മുമ്പ് മാർക്സ് തൻ്റെ പ്രസിദ്ധമായ മൂലധനം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പ്രശ്നത്തെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അത് നാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മാർക്സ് മരണപ്പെട്ട ശേഷം ലെനിൻ മാർക്സിനെ സംബന്ധിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ഓർമ്മക്കുറിപ്പിൽ മൂലധനത്തിൽ നിന്ന് ഒറ്റ വരി മാത്രമാണ് ലെനിൻ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ മൂലധനത്തിനകത്ത്
മാർക്സ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ ഈ വരികളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നാണ്. എന്താണ് ആ വരി? ആ വരി മുതലാളിത്തം മണ്ണിനെയും മനുഷ്യനെയും ചൂഷണം ചെയ്യുന്ന വിധം അവരുടെ സാങ്കേതിക വിദ്യയെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുതലാളിത്തം മണ്ണിനെയും മനുഷ്യനെയും ചൂഷണം ചെയ്യുന്ന വിധം അവരവരുടെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒറ്റ വരിയിൽ പരിസ്ഥിതിയെയും ലോകത്തെയും സംബന്ധിച്ച വിശാലമായ കാഴ്ചപ്പാട് ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ വ്യവസ്ഥ നിലനിൽക്കുന്നത് പ്രധാനമായും പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. രണ്ടാമത് ലോകത്തെ ജനതയെ, തൊഴിലെടുക്കുന്ന ജനതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ പ്രകൃതിയെയും തൊഴിലാളിയെയും ചൂഷണം ചെയ്തുകൊണ്ട് വികസിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇത് എന്നും, അങ്ങനെയുള്ള ഒരു ചൂഷണത്തിനു വേണ്ടി സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തുകയുമാണ് മുതലാളിത്തം ചെയ്യുന്നത് എന്ന കാഴ്ചപ്പാടാണ് മാർക്സ് അതിനകത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് സഖാവ് മുരളീധരന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഒരു മാർക്സിസ്റ്റായി നിന്നുകൊണ്ട് തന്നെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഒരു സജീവമായ രാഷ്ട്രീയ പ്രശ്നമായി കാണേണ്ടതുണ്ട് എന്നും രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് കടന്നു വരേണ്ട ഒന്നാണ് എന്ന തിരിച്ചറിവും ഉണ്ടായിട്ടുള്ളത്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി നിന്നുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് ഇടപെടുന്ന ജീവിതം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇന്നത്തെ ലോകത്ത് മനുഷ്യർ, പ്രത്യേകിച്ചും തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഭാഗമായി മാറുന്നത് എന്നും കാണാൻ വേണ്ടി സാധിക്കും. ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ നാട്ടിൽ അതിഭീകരമായി അതിശക്തമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ അതിനോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉയർന്നു വരുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ സ്വാഭാവികമായ വികാസം മനുഷ്യ സമൂഹത്തിന് നേട്ടം സംഭാവന ചെയ്യും എന്ന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നവരുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യ തന്നെ ആപൽക്കരമാണ് എന്നും അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോവേണ്ടതില്ല എന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്, അതിൻ്റെ വികാസം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും പരമപ്രധാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാട്ടിൽ കിടന്ന മനുഷ്യനെ, പഴയ കാലത്ത് മനുഷ്യൻ കിടക്കുമ്പോൾ അവൻ്റെ ചുറ്റും കിളികൾ കൂടുകൾ കെട്ടുന്നുണ്ടാവും. അവൻ്റെ ചുറ്റും അല്ലെങ്കിൽ അവളുടെ ചുറ്റും ഈ ചിലന്തികൾ ഒന്നാം തരം വലകളും നെയ്യുന്നുണ്ടാവും. ഈ കിളികൾ കൂട് കെട്ടുമ്പോഴും ചിലന്തികൾ ഒന്നാം തരമായി വലകൾ നെയ്യുമ്പോഴും അത് കണ്ടു നിൽക്കുന്ന മനുഷ്യൻ സ്വാഭാവികമായും അത്ഭുത പരതന്ത്രനായി നിന്നിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ നിന്ന മനുഷ്യനെ ഇന്ന് ഏത് തരത്തിലുള്ള വീടുകളും അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളുമെല്ലാം വികസിപ്പിക്കുന്നതിന് കരുത്ത് നൽകിയത് എന്താണ്? ആ കരുത്ത് നൽകിയത് സാങ്കേതിക വിദ്യകളുടെ വികാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ സാങ്കേതിക വിദ്യ ആർക്ക് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വരുന്നത്. ഒരു സമൂഹത്തിനകത്ത്, ഒരു മുതലാളിത്ത സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ആ ഒരു ഫാക്ടറിക്കകത്ത് ഒരു 10 പേർ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. ആ 10 ആളുകൾ 10 മണിക്കൂറാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും കരുതുക. അവിടെ 10-1
ജോലിഭാരം കുറക്കാൻ വേണ്ടി പറ്റുന്ന ഒരു യന്ത്രം കടന്നു വരുന്നു എന്നും കരുതുക. സ്വാഭാവികമായും നമ്മുടെ ഒരു നാട്ടിൽ സംഭവിക്കാനിടയുള്ളത് എന്താണ്? 10 തൊഴിലാളികൾ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരിടത്ത് 10-1 അധ്വാനം കുറക്കുന്ന സാഹചര്യം വരുമ്പോൾ ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ട് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് ആ തൊഴിൽ എടുപ്പിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കാണാം. എന്നാൽ തിരിച്ച് മറ്റൊന്നും ചെയ്യാം. 10 ആളുകളെയും അവിടെ നിലനിർത്തി അവരുടെ 10 മണിക്കൂർ തൊഴിൽ എന്നുള്ളത് 9 മണിക്കൂറാക്കി വെട്ടിച്ചുരുക്കാനും ഈ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം കൊണ്ട് സാധിക്കും. ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമുക്കൊരു തൊഴിലാളിയെ പിരിച്ചുവിടാം. അതേസമയം അവർ ജനതയുടെ താല്പര്യത്തിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ അല്ലെങ്കിൽ അവളുടെ തൊഴിലിൻ്റെ ഭാരം 10-1 കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് കുറച്ചെടുക്കുകയാണോ വേണ്ടത്, അല്ല ആളുകളെ ഒഴിവാക്കി നിർത്തുകയാണോ വേണ്ടത് എന്നാരാണ് നിശ്ചയിക്കുന്നത്? അത് സാങ്കേതിക വിദ്യ ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിൽക്കുക. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ സ്വയമായി ഉണ്ടാകുന്ന വികാസം, ആ വികാസം കൊണ്ട് മനുഷ്യ സമൂഹത്തിനകത്ത് ജനങ്ങൾക്കാകമാനം നേട്ടമുണ്ടാകും എന്ന് കരുതേണ്ട കാര്യമില്ല. സാങ്കേതിക വിദ്യ ചിലപ്പോൾ ആ മനുഷ്യ ജീവിതത്തെ കൂടുതൽ പിന്നോട്ട് നയിക്കാനും ഇടയാക്കും എന്ന് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ സ്വയമേവമായിട്ടുള്ള വികാസം മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളണം എന്നില്ല. ആ സാങ്കേതിക വിദ്യ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിൽ അറിവിൻ്റെയും സാങ്കേതിക വിദ്യയും ഏറ്റവും വികസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരാണ് അധികാരം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപാണ്. ആ ട്രംപിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും അതുപോലെ തന്നെ ലോകത്ത് എമ്പാടും ആപത്ത് വിതക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ശേഷിയും കൈവശം ഉള്ള ഒരു രാഷ്ട്രമാണ് അമേരിക്ക എന്ന് കാണാം. ആ അമേരിക്കയിലെ ആയുധങ്ങളും അവരുടെ മറ്റ് സംവിധാനങ്ങളും ട്രംപിനെ പോലെയുള്ള ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമൊരു മഹായുദ്ധത്തിൻ്റെയും ഏറ്റുമുട്ടലുകളെയും ആയുധ പന്തയങ്ങളുടെയും ആയുധങ്ങൾ സംഭരിക്കാതെ ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന നിലയിലേക്കും നമ്മുടെ ലോകവ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു എന്നും കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ വികാസം എന്ന് പറയുന്നത് സ്വയമേവ നേട്ടമുണ്ടാക്കും എന്നുള്ളതല്ല, അത് ആരാണ്, എങ്ങനെയാണ്, ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് മാർക്സിസം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ട് പോക്കിന് ഏറ്റവും പ്രധാനമാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നത് ഏത് വ്യവസ്ഥക്ക് കീഴിലാണ്, ആരുടെ കീഴിലാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ ശാസ്ത്രരംഗത്തിൻ്റെ ഈ ഇടപെടലുകളെ, ഈ പ്രാധാന്യത്തെ തിരിച്ചറിയാൻ വേണ്ടി പ്രൊഫസർ എം മുരളീധരന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ, എഴുത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ പുതിയ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ജനകീയവും സമൂഹത്തിനെയും നമ്മുടെ ലോകത്തെയും സംബന്ധിച്ച പ്രശ്നങ്ങളോട്, ആ പ്രശ്നങ്ങളോട് സംവദിക്കാനുള്ള ഒരു ശേഷി ഇത്തരം കാഴ്ചപ്പാടുകളെ സംശീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന് കാണാം. അതുകൊണ്ടാണ് ഒരു മാർക്സിസ്റ്റായി നിന്നുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകനാവാനും, ഒരു മാർക്സിസ്റ്റായി നിന്നുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയത്തെ, അതാണതിൻ്റെ മർമ്മമെന്ന് തിരിച്ചറിഞ്ഞ് ഇടപെടാനും, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയത്തെ തിരിച്ചറിയാനും വേണ്ടി കഴിഞ്ഞത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്.
ഇപ്പോൾ ക്രോണിങ്ങിന് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ മേഖലക്കകത്തേക്ക് അത് കടന്നു വരേണ്ടതില്ല, അത് നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു പൊതുധാരണ ലോകത്ത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ വികാസം എന്നുള്ളതും അത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നുണ്ട് എന്ന കാര്യവും നാം കാണേണ്ടതായിട്ടുണ്ട്. ഏതൊരു സമൂഹവും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദവും സ്നേഹവും നിലനിർത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. ലോകത്തിൻ്റെ സമൂഹത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈ കൊണ്ടുകൊടുക്കലുകളിലൂടെയാണ് നമ്മുടെ സമൂഹം വളർന്നിട്ടുള്ളതും വികസിച്ചിട്ടുള്ളതും എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളിലെ ദേശീയതകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായി കിടക്കുന്നത്? മറ്റ് പല രാജ്യങ്ങളുടെയും ദേശീയതയുടെ സവിശേഷത എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഷയുണ്ടാകും, ആ ഭാഷയും അതുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങളും ഉണ്ടാകും. ആ സംസ്കാരങ്ങളിൽ നിന്നുകൊണ്ട് അവരവരുടെ ദേശീയത കെട്ടിപ്പടുക്കുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. ജർമ്മൻ ഭാഷയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ജർമ്മൻ്റെ ദേശീയതയും, ഇംഗ്ലീഷ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷ് ദേശീയതയും, ഫ്രഞ്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഫ്രഞ്ചിൻ്റെ ദേശീയതയും എല്ലാം ഇങ്ങനെ ഓരോ രാഷ്ട്രത്തിൻ്റെയും ഭാഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംസ്കൃതിയിൽ നിന്നുകൊണ്ടാണ് ദേശീയതകൾ വികസിച്ചു വന്നിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യൻ ദേശീയത സവിശേഷത എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് ഈ പ്രൊഫസർ എം മുരളീധരൻ ഉണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ, വായനയിലൂടെ, ജീവിതത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായി ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ദേശീയതകളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് ഫ്രഞ്ച് സമൂഹത്തിനകത്ത് കടന്നു ചെല്ലുമ്പോൾ ഫ്രഞ്ചുകാരനല്ലാത്തൊരുവൻ അന്യതയിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിലേക്കുള്ള സാധ്യതകൾ അവിടെ ഉയർന്നു കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സവിശേഷത എന്ന് പറയുന്നത് ഏത് ഭാഷയെയും ഏത് സംസ്കാരത്തെയും ഏത് ജീവിതത്തെയും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത എന്ന് കാണാം. ഈ സവിശേഷത നമ്മുടെ നാട്ടിൽ വികസിച്ചു വന്നിട്ടുള്ളത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല എന്നുള്ളതും നാം തിരിച്ചറിയണം. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കടന്നു വന്ന പരിണാമങ്ങളിലൂടെയാണ് ഇത്തരമൊരു രീതി ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഗരികതയായി നമ്മൾ വിശേഷിപ്പിക്കുന്നത് സൈന്ധവ നാഗരികതയാണ് എന്ന് നമുക്കറിയാം. ആ സൈന്ധവ നാഗരികതയെക്കുറിച്ചുള്ള ജനറ്റിക്കൽ പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. ആ പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണ്? ആഫ്രിക്കയിലുണ്ടായിരുന്ന ജനത പേർഷ്യയിലെ കാർഷിക ജനവിഭാഗങ്ങളുമായി ചേർന്ന് ആ കാർഷിക വിഭാഗങ്ങൾ ഫലഭൂയിഷ്ഠമായ മണ്ണ് തേടിയുള്ള യാത്രയും അത്തരം യാത്രയുടെ ഭാഗമായി സിന്ധു നദീതട തീരത്തിലേക്ക് എത്തിച്ചേരുകയും അവിടുത്തെ ജനതയുമായി ചേർന്നുകൊണ്ട് ആ സംസ്കാരം രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറയായി നാം വിശേഷിപ്പിക്കുന്ന സിന്ധു നദീതട സംസ്കാരത്തിന് പോലും ഇങ്ങനെ വൈവിധ്യപൂർണമായ ഒരു ജനതയുടെയും ജീവിതത്തിൻ്റെയും അകക്കാമ്പുകളിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് ഏതെല്ലാം ജനവിഭാഗങ്ങൾ കടന്നു വന്നു. ഗ്രീക്കുകാരെ തൊട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു വന്നു. അതിനകത്ത് ഇസ്ലാം വിശ്വാസികൾ കടന്നു വന്നിട്ടുണ്ട്, ക്രൈസ്തവർ വന്നിട്ടുണ്ട്, അങ്ങനെ വിവിധ ജനവിഭാഗങ്ങളെല്ലാം കടന്നു വന്നിട്ടുണ്ട്. ആ വിവിധ ജനവിഭാഗങ്ങളെല്ലാം കടന്നു വന്ന് ആ ഇന്ത്യക്കകത്ത് ആ ജനവിഭാഗങ്ങൾക്ക് അവരുടേതായ സംസ്കാരത്തെയും അവരുടേതായ ജീവിതത്തെയും വികസിപ്പിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജനതയെല്ലാം
ഈ നാട്ടിൽ വന്ന് ഈ നാടിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ ഒരു നാടായി ഇന്ത്യ വികസിച്ചു വന്നിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇത് ഇന്ത്യയുടെ ഒരു സവിശേഷതയാണ് എന്ന് ഏറ്റവും ശക്തമായി തിരിച്ചറിയുകയും ആ കരുത്തിനെ ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്തിട്ടുള്ള ഒരാൾ സ്വാമി വിവേകാനന്ദനായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോവിൽ ഹിന്ദുമതത്തെ സംബന്ധിച്ച് പ്രസംഗം നടത്തുന്ന ഘട്ടത്തിൽ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ വായിക്കുകയും കേൾക്കുകയും വ്യാഖ്യാനിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതിലെ ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗം പലപ്പോഴും നാം പരിശോധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ യൂറോപ്യൻ ജനതയെ വെല്ലുവിളിക്കുന്ന ഒരു ഭാഗമുണ്ട് ചിക്കാഗോ പ്രസംഗത്തിൽ. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ മതവൈരത്തിൻ്റെ പേരിൽ ജനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന കാലത്ത് ഞങ്ങളുടെ നാട് ഈ ലോകത്തെ എല്ലാ വൈവിധ്യങ്ങളെയും സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൊരു നാടാണ്. നിങ്ങൾ മതത്തിൻ്റെ പേരിൽ പരസ്പരം കൊന്നൊടുക്കുമ്പോൾ, അതിൻ്റെ പേരിൽ ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ നാട് എല്ലാ മതങ്ങളെയും സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു നാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗത്തിൽ യൂറോപ്യൻ ജനതയെ വെല്ലുവിളിക്കുന്നത്. എന്താണ് ഇവിടെ സ്വാമി വിവേകാനന്ദൻ ഉദ്ദേശിച്ചത്? സ്വാമി വിവേകാനന്ദൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെയും യൂറോപ്പിലെയും മധ്യകാലഘട്ടത്തെയാണ്. യൂറോപ്പിൻ്റെ മധ്യകാലഘട്ടത്തിൻ്റെ സവിശേഷത ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ബ്രൂണോയെ ചുട്ടുകരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സയൻസിൻ്റെയും പുതിയ അറിവിൻ്റെയും വഴികളിലേക്ക് പോകുന്ന ആളുകളെയും അത്തരത്തിൽ പ്രതിസന്ധികളിലേക്ക് അകപ്പെട്ടിട്ടുണ്ട് എന്നറിയാം. മതവിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊന്നിട്ടുണ്ട് എന്നുള്ളതും യൂറോപ്പിൻ്റെ ചരിത്രമാണ്. ബ്രൂണോയെ ചുട്ടുകൊല്ലുമ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? ബ്രൂണോയെ ചുട്ടുകൊല്ലുമ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് മുഗൾ ചക്രവർത്തിമാരാണ്, അക്ബറാണ്. ഇങ്ങ് ബ്രൂണോയെ ചുട്ടുകൊല്ലുമ്പോൾ ഇങ്ങ് അക്ബറിൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്നതെന്നറിയോ? അക്ബറിൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്നത് മഹാഭാരതവും രാമായണവും ഉപനിഷത്തുകളും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയായിരുന്നു എന്നതാണ്. മതത്തിൻ്റെ പേരിൽ യൂറോപ്പിൽ ഈ കൊലയും നടക്കുന്ന ഘട്ടത്തിൽ എല്ലാ മതവിഭാഗങ്ങളെയും സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിഹാസങ്ങളായി, പുരാണങ്ങളായി, നമ്മുടെ പാരമ്പര്യമായി നമ്മൾ വിശേഷിക്കപ്പെടുന്ന ഈ കൃതികളെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്ന പ്രവർത്തനമായിരുന്നു ഇന്ത്യയിൽ നടന്നത്. യഥാർത്ഥത്തിൽ ഈ പേർഷ്യൻ ഭാഷയിലെ മുഗൾ തർജ്ജമയിൽ നിന്നാണ് ഇന്ത്യക്ക് പുറത്തുള്ള ജനത ഇന്ത്യയിലെ മഹാഭാരതത്തെയും രാമായണത്തെയും ഉപനിഷത്തുകളെയും അറിയാനിടയായത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. കാരണം അതുവരെ ആ കൃതികൾ സംസ്കൃത ഭാഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്കൃതം ഇന്ത്യയിലെ തന്നെ വളരെ ചെറിയ ശതമാനത്തിന് അറിയാവുന്നൊരു ഭാഷയാണ്. പേർഷ്യൻ ഭാഷ ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും അന്ന് കൈകാര്യം ചെയ്യപ്പെട്ട ഭാഷകളിൽ ഒന്നായിരുന്നു. അങ്ങനെ പരിമിതമായ ജനതയുടെ ഇടയിൽ കടന്ന ഒരു ചിന്തയെ, സംസ്കാരത്തെ, ജീവിതത്തെ ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരുന്നത് ഇത്തരം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവേകാനന്ദൻ മുഗൾ രാജാക്കന്മാരെയും അവരുടെ ബഹുസ്വര സംസ്കാരത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂറോപ്യൻ ജനതയെ വെല്ലുവിളിച്ചത് എന്ന കാര്യവും നാം വിസ്മരിക്കരുത്. അദ്ദേഹം ചോദിക്കുന്ന പ്രസിദ്ധമായ ഒരു ചോദ്യവും കൂടിയുണ്ട് അതിൻ്റെ കൂടെ. സംസ്കൃതത്തിലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ മറ്റ് മതസ്ഥർക്ക് അവരുടെ വഴികളിലൂടെ സ്വർഗം കിട്ടുകയില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിലൂടെ മാത്രമാണ് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുക എന്ന കാഴ്ചപ്പാട് ശരിയല്ല എന്നുള്ള നിലപാടാണ് വിവേകാനന്ദൻ മുന്നോട്ട് വെക്കുന്നത്. ഇതേ നിലപാട് തന്നെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൽ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്.
അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ മദ്രസയിലുമാണ്. അദ്ദേഹത്തിൻ്റെ പിതാമഹനാണ് അക്കാലത്ത് മെക്കയിലെ ഹജ്ജിന് വെള്ളം ഉപയോഗിക്കുന്ന സുബൈദ തോട് എന്ന് പറയുന്ന തോടിനെ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ലോകത്ത് വരുന്ന ആളുകൾക്കെല്ലാം സൗകര്യപ്രദമായി ആ പ്രദേശത്തെ മാറ്റിയെടുത്തിട്ടുള്ളത്. അന്ന് അറേബ്യയിൽ ഇന്നത്തെ പോലെ പെട്രോളിയം നിക്ഷേപമോ സമ്പത്തോ ഇല്ലായിരുന്നു എന്നോർക്കണം. അദ്ദേഹമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അദ്ദേഹം ഖുറാനിൻ്റെ വിശകലനം നടത്തുന്നുണ്ട്. ഖുറാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനവും ഇതും കൂടി ഒന്ന് ചേർത്ത് വായിക്കണം. ഖുറാൻ മുഴുവൻ വ്യാഖ്യാനിച്ച ശേഷം മൗലാന അബ്ദുൽ കലാം ആസാദ് പറയുന്നത് ഇസ്ലാമിൻ്റെ ചര്യകൾ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളാരും ഒരാളും സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളുണ്ട്. സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെതായ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ ആര് സ്വീകരിക്കുന്നുവോ അവർക്കെല്ലാം സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് വിശദീകരിക്കുന്നത്. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവും വിശദീകരിച്ചത് എന്ന് നമുക്കറിയാം. സഹോദരൻ അയ്യപ്പൻ ദൈവം വേണ്ട, മതം വേണ്ട എന്ന് പറഞ്ഞു നടന്നു എന്ന കാര്യം ശ്രീനാരായണ ഗുരുവിനോട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ആരൊക്കെയോ ചെന്നു പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറുപടി ഇതായിരുന്നു: അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് എന്നുള്ളതായിരുന്നു. ഇങ്ങനെ പ്രവൃത്തി കൊണ്ടും സ്നേഹം കൊണ്ടും മനുഷ്യസ്നേഹം കൊണ്ടും പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളായിരുന്നു ഇന്ത്യയുടെ സവിശേഷത എന്ന് കാണാൻ വേണ്ടി പറ്റും. ആ സവിശേഷത ഉള്ളതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ ഭാഷകളെ, സംസ്കാരങ്ങളെ, ജീവിതത്തെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹാരാജ്യമായി ഇന്ത്യക്ക് മാറാൻ വേണ്ടി പറ്റുന്നത്. ഇവയെല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാവുന്ന ഈ സവിശേഷമായ സ്വഭാവം എപ്പോൾ നമ്മൾ കൈയൊഴിയുന്നുവോ ആ കൈയൊഴിയുന്ന ഘട്ടത്തിൽ ഈ രാജ്യം പല കഷ്ണങ്ങളായി ചിതറും എന്ന കാര്യവും നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവും ഉള്ള ആളുകൾക്കും ആ വൈവിധ്യങ്ങളെ ഈ നാട് അംഗീകരിക്കുന്നു എന്ന് തിരിച്ചറിയപ്പെടുമ്പോഴാണ് അവർ ഈ നാടിൻ്റെ ഭാഗമായി തീരുക എന്ന യാഥാർത്ഥ്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് അറിയാമായിരുന്നു എന്നതാണ് പ്രത്യേകത. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പരിശോധിച്ചാലും ഈ വൈവിധ്യങ്ങളുടെ ഒരു മഹാസാഗരമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് കാണാം. ഒരു ഭാഗത്ത് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ജനകീയ സത്യാഗ്രഹത്തിൻ്റെ ധാരയായിരുന്നു ഇന്ത്യയിലെ പ്രബലമായിട്ടുള്ള ഒരു ധാര എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ധാര എന്ന് പറയാവുന്നത് കർഷകരെയും തൊഴിലാളികളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ധാരയായിരുന്നു. ഭഗത് സിംഗിൻ്റെയും ചന്ദ്രശേഖരൻ ആസാദുമെല്ലാം ഉൾപ്പെടുന്ന ഹിന്ദുസ്ഥാൻ ആർമി പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ധാരയായിരുന്നു. അവർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് എന്ന് പറയുന്നത് തങ്ങളുടെ രക്തസാക്ഷിത്വത്തിലൂടെ ഈ ലോകം, ഈ രാജ്യം ഉണരുമെന്നും ആ ഉണർച്ചയിലൂടെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്നായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ആളുകളാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ അവരെ ജപ്പാനുമായി ചേർന്ന് ജർമ്മനിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റുമോ എന്നായിരുന്നു ആലോചിച്ചത് എന്ന് കാണാം. അതിനിടയിൽ അംബേദ്കറെ പോലെയുള്ള സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിനകത്തുണ്ട്. ഗാന്ധിജി മുന്നോട്ട് വെക്കുന്ന ഹരിജനോദ്ധാരണത്തിൻ്റെ ധാര മറ്റൊരു ഭാഗത്തുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുമ്പോൾ മാർക്സിനെ പറ്റി ഒരു സാന്ദർഭികമായി ഞാൻ പറയാം. മാർക്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിച്ചില്ല എന്നത് മാർക്സിനെതിരായിട്ടുള്ള വിമർശനമായി സാധാരണ ഉന്നയിക്കാറുണ്ട്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഒന്നാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മാർക്സ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ശാപം ജാതിയാണ് എന്നതാണ്. അതിനെ മറികടന്നു കൊണ്ടുപോവുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാനം. അത് പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യരെക്കാൾ വില മൃഗങ്ങൾക്കാണ്, മനുഷ്യരെക്കാൾ സ്ഥാനം മൃഗങ്ങൾക്കാണ് എന്നൊരു സമൂഹമാണ്
ഇന്ത്യൻ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നത് എന്ന കാര്യവും മാർക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഈ വൈവിധ്യമാർന്ന നിരവധി ധാരകളിലൂടെ മുന്നേറി വന്ന ഒരു ഭാഗത്ത് രാഷ്ട്രീയ പോരാട്ടമുണ്ട്, ഒരു ഭാഗത്ത് സാംസ്കാരികമായ നവോത്ഥാനത്തിൻ്റെ പോരാട്ടമുണ്ട്, ഒരു ഭാഗത്ത് ആദിവാസി ജനവിഭാഗങ്ങളും അതുപോലുള്ള ജനവിഭാഗം നടത്തിയിട്ടുള്ള അവരുടേതായ ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹ്യനീതിക്കും വേണ്ടി നടത്തിയ മഹത്തായ മുന്നേറ്റങ്ങളുടെ ചിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഈ ധാരകളെ എല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാവുന്ന ഈ കാഴ്ചപ്പാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉതകുന്ന ഒരു അടിത്തറ ഉണ്ടാവുക എന്നത് ഇന്ത്യക്ക് പ്രധാനമായിരുന്നു. ആ അടിത്തറയാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത്. ആ ഭരണഘടനയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു നിയമവിദഗ്ധരുടെ ഭാഗമായി രൂപപ്പെട്ടത് അല്ല. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പരിശോധിക്കൂ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്കകത്ത് ഉണ്ടായിട്ടുള്ള ആളുകളെ നിങ്ങൾ പരിശോധിക്കൂ. അവരെല്ലാം തന്നെ ഒരു വലിയ വിഭാഗം സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടവരാണ്, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നവരാണ്. ആ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെയാണ്, രാഷ്ട്രീയം എന്ന് പറയും ഞാൻ വിശാലാർത്ഥത്തിലാണ്, ആ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെയാണ് ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളുന്നത്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഈ നാനാത്വത്തിലേകത്വത്തെയും വിവിധങ്ങളായ ധാരകളെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക, അതിലൂടെ ഇന്ത്യ രാജ്യം രൂപപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടിൻ്റെ അടിത്തറയാണ്, രത്നച്ചുരുക്കമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭരണഘടന എപ്പോഴാണോ തകർക്കപ്പെടുന്നത്, ആ ഭരണഘടനാ മൂല്യങ്ങൾ എപ്പോഴാണോ നമ്മൾ നിഷേധിക്കപ്പെടുന്നത്, ആ നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ, ഞാൻ പറഞ്ഞ വൈവിധ്യങ്ങളിൽ നിൽക്കുന്ന നമ്മുടെ ദേശീയതയെ തകർക്കുന്നതിനുള്ള അടിത്തറയാണ് നാം സൃഷ്ടിക്കുന്നത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ ബഹുസ്വരമായ പാരമ്പര്യം എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ രീതിയിൽ വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളതായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ സംസ്കാരത്തെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ആളുകളും താൻ തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരുക. ഈ നാടിന് പൊതുവായ ഒരു ദേശീയ ബോധമുണ്ട്. ആ ദേശീയ ബോധം എന്ത് എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടാണ്. ഇർഫാൻ നബി പറയുന്നത് പോലെ ഒരു ജനതയുടെ ദേശീയത കരുത്താർത്തി നിൽക്കുന്നത് എപ്പോഴാണ്, നമ്മളെല്ലാം ഒന്നാണ് എന്ന ഒരു തോന്നലുണ്ടാകുമ്പോഴാണ്, അതിൻ്റെ മുകളിലാണ് ആ ദേശീയത നിലനിൽക്കുന്നത്. നാം എല്ലാവരും ഒന്നാണ് എന്ന് തോന്നണമെങ്കിൽ എന്തു വേണം? നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില ധാരകൾ ഉണ്ടാവണം. ഇന്ത്യയുടെ ആ പരസ്പരം ബന്ധിപ്പിക്കുന്ന ധാര എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമായിരുന്നു എന്ന കാര്യവും നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ എപ്പോഴൊക്കെ കൈയൊഴിയുന്നുവോ ആ കൈയൊഴിയുന്ന ഘട്ടത്തിൽ രാജ്യം പ്രതിസന്ധിയിലാകും എന്ന് കാണണം. നാം ഓർക്കേണ്ടത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനുള്ള ദേശീയതയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഈ കേരളം തന്നെ എത്ര വൈവിധ്യമാർന്ന ദേശീയതയായിരുന്നു നിങ്ങൾ ഓർക്കൂ. തിരുവിതാംകൂർ ഉണ്ടായിരുന്നു ഇവിടെ, കൊച്ചി ഉണ്ടായിരുന്നു ഇവിടെ, സാമൂതിരി നാടുണ്ടായിരുന്നു, അപ്പുറം മൈസൂരുകാരുടെ നാടും മറാഠിയുമെല്ലാം ഉണ്ടായിരുന്നു. ഈ തിരുവിതാംകൂറിനെയും ഈ കൊച്ചിയെയും ഈ സാമൂതിരിയെയും ഈ മൈസൂരിനെയുമെല്ലാം ഇന്ത്യ എന്ന് പറയുന്നൊരു ഏകകത്വത്തിലേക്ക് യോജിപ്പിച്ചതാരാണ്? അതാണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. തിരുവിതാംകൂർ ഒരു പ്രത്യേക രാഷ്ട്രമായി മാറണം എന്ന മുദ്രാവാക്യം ഇവിടെ ഉയർന്നു വന്നപ്പോൾ അത് അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനത ചെറുത്തു നിന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന നാം ഒന്ന് എന്ന ബോധവും അതോടൊപ്പം തന്നെ അതിനെ സാംശീകരിച്ചുകൊണ്ട് ഇടപെട്ട തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളുടെ ഇടപെടലായിരുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഓരോ നാടിൻ്റെയും ചരിത്രവും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാർ ചരിത്രത്തെ വിശകലനം ചെയ്യുന്നത് പ്രാചീനമായിട്ടുള്ള ഹിന്ദു കാലഘട്ടം, മധ്യ ഇസ്ലാമിക കാലഘട്ടം, ആധുനിക ബ്രിട്ടീഷ് കാലഘട്ടം എന്നുള്ളതാണ്. ഈ ഘട്ടവിഭജനം തന്നെ തെറ്റാണ് എന്ന് നമുക്കറിയാം.
പഴയ കാലം എന്ന് പറയുന്നത് ജൈനന്മാരുടെയും ബുദ്ധന്മാരുടെയും വ്യത്യസ്തമായ നിരവധി രാജാക്കന്മാരുടെയും എല്ലാം ഇടമായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എൻ്റെ വിശദാംശങ്ങൾക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ഒരു ഘട്ടവിഭജനം പഴയ കാലത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷത്തിൻ്റെ ഭൂമികയായിരുന്നു എന്നും അങ്ങനെയുള്ള ഭൂമികയാണ് ഈ നാട് എന്ന് സ്ഥാപിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമായിരുന്നു? ബ്രിട്ടീഷുകാരൻ്റെ ആവശ്യമായിരുന്നു. കാരണം അവർ ഈ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾ ഒന്നായി ചേർന്ന് അവർക്കെതിരായി സമരരംഗത്തേക്ക് വരും. അപ്പോൾ ആ ജനതയെ മതത്തിൻ്റെ പേരിൽ വർഗീയതയുടെ പേരിൽ ഏറ്റുമുട്ടിക്കുക എന്നത് അവരുടെ ആവശ്യമായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് അവർ ആ ചരിത്രബോധം രൂപപ്പെടുത്തിയത്. ആധുനിക കാലത്ത് ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടുപോയെങ്കിലും ഈ രാജ്യം ഭരിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകളുടെ നയങ്ങൾ നമ്മുടെ രാജ്യത്തിലെ എല്ലാ മേഖലയിലും ദുരിതങ്ങൾ ഒരുക്കുന്നുണ്ട്. ആ ദുരിതങ്ങൾക്കെതിരായി ജനങ്ങൾ കലാപരംഗത്തേക്ക് വന്നാൽ ഈ രാജ്യത്തിൻ്റെ അത്തരം നയങ്ങൾ തിരുത്തപ്പെടണം. അതിനെന്ത് വേണം? ജനങ്ങളെ തമ്മിലടിപ്പിക്കണം. അതിനേറ്റവും നല്ലത് വർഗീയതയാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കോർപ്പറേറ്റുകൾ ഇത്തരം വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഈ ഘട്ടവിഭജനം കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക്, തൃശ്ശൂരിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു വന്നാൽ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതെങ്കിലും മുസ്ലിം മതവിശ്വാസികളായ രാജാക്കന്മാർ പോലും ജീവിച്ചിരുന്ന ഒരു മണ്ണല്ല നമ്മുടെ മണ്ണ് എന്ന് നമുക്കറിയാം. ഈ നാട് എന്ന് പറയുന്നത് വ്യത്യസ്തമായ നിരവധി സംസ്കൃതികളെ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒന്നാണ്. ഓരോ മതവും ഓരോ വിഭാഗങ്ങളും മറ്റുള്ളതിനെ എല്ലാം സാംശീകരിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് തൃശ്ശൂരുകാരന് ആനയോട് ഇത്ര കമ്പമുണ്ടായത്? എന്തുകൊണ്ടാണ് ആ ആനക്കമ്പം കോഴിക്കോട്ടുകാർക്ക് ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് തൃശ്ശൂരിൻ്റെ ആനക്കമ്പത്തിൻ്റെ അടിസ്ഥാനം പൂരങ്ങളുടെ, ഉത്സവങ്ങളുടെ ഒരു മഹാപരമ്പര എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജനതയിലുണ്ടായത്? നിങ്ങൾ ഓർക്കേണ്ടത്, തൃശ്ശൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ജൈന ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഒരു ധാര അതിശക്തമായി നമ്മുടെ തൃശ്ശൂരിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജൈന മതത്തിൻ്റെ ധാര സജീവമായിരുന്നു. ജൈനന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൃഗമാണ് ആന എന്നുകൂടി ഇവിടെ നാം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മതത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമായി നാം നമ്മുടേതായി സ്വീകരിക്കുന്നതെല്ലാം ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും വളർന്നിട്ടുള്ള ഒരു സംസ്കാരത്തിൽ നിന്നാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ദേവാലയങ്ങളിലെ ആചാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന കൊടുങ്ങല്ലൂരിൽ വിളക്ക് കത്തിക്കുകയാണ് ആദ്യം നടത്തുന്നത്. അവിടെയാണ് നേർച്ച കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. ക്രിസ്ത്യൻ പള്ളികളുടെ ആരാധനകളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഇങ്ങനെ നമ്മൾ ഓരോ ജനവിഭാഗത്തെയും പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പരസ്പരം കൂടിച്ചേർന്ന് വളർന്ന് ഒന്നായി ചേർന്നാണ് നമ്മളായി മാറിയത്. നമ്മളെ യോജിപ്പിച്ച് നിൽക്കുന്ന ശക്തി എന്താണ്? നമ്മൾ ഒന്നായി കൂടിയിരിക്കുന്നതിൻ്റെ ശക്തി എന്താണ്? അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് നാം പരസ്പരം കൊണ്ടും കൊടുത്തും നേടിയാണ് നാം വളർന്നിട്ടുള്ളത് എന്നാണ്. ഈ പരസ്പരമായിട്ടുള്ള സ്നേഹവും ഈ പരസ്പരമായിട്ടുള്ള കൊണ്ടുകൊടുപ്പലുകളുമാണ് മനുഷ്യ സമൂഹം നിലനിൽക്കുന്നത്. അതിൻ്റെ അടിത്തറയിലാണ് നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. എന്നാണ് നാം ഈ കൊണ്ടുകൊടുപ്പുകൾ അവസാനിപ്പിക്കുന്നത്? എന്നാണ് നമ്മൾ അത്തരം രീതികളെ കുടഞ്ഞെറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് സ്വാഭാവികമായ ചർച്ചയല്ലാതെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ആ ഘട്ടത്തിലാണ് ജീവിതം പരസ്പരം ഏറ്റുമുട്ടലിൻ്റെതായി മാറുകയും നമ്മുടെ ജീവിതം സംഘർഷാത്മകമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിശക്തരായ മതവിശ്വാസം മുറുകെ പിടിച്ച ആളുകൾ മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊണ്ടില്ല എന്നത് ഇന്ത്യയുടെ ചരിത്രമാണ്, നാടിൻ്റെ ചരിത്രമാണ്. അവരെല്ലാം അതിശക്തരായ മതവിശ്വാസികളായി നിൽക്കുമ്പോൾ അവർ രാഷ്ട്രത്തിൻ്റെ ഘടന എന്താവണം എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി അത് മതനിരപേക്ഷമായിരിക്കണം എന്നതാണ്. ഗാന്ധിജി ഒന്നാന്തരം ഹിന്ദുമത വിശ്വാസിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗങ്ങൾ നിങ്ങൾ നോക്കണം. കൽക്കട്ടയിൽ നവകാലിക യാത്രയ്ക്ക് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് മതമാവാം, പക്ഷേ രാഷ്ട്രത്തിന് മതമുണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന്. ഇന്ത്യയിലെ ഇസ്ലാമിക
പുരോഹിതന്മാരിലും പണ്ഡിതന്മാരിലും ഏറ്റവും പ്രശസ്തനായി വിശേഷിപ്പിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിഭജനത്തിനെ അവസാനം വരെ പ്രതിരോധിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ വിൻസ് ഫ്രീഡത്തിൻ്റെ അവസാന പേജുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം. അദ്ദേഹം ഇന്ത്യ വിഭജിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ചെയ്തു വെച്ചൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ലീഗിനെയും ബ്രിട്ടീഷുകാരെയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇദ്ദേഹവും സ്വയം രംഗത്തിറങ്ങി. ഈ 3 വിഭാഗത്തെയും കൂട്ടിച്ചേർത്തൊരു ഫോർമുല ഉണ്ടാക്കി ഇന്ത്യ വിഭജിക്കാതിരിക്കാൻ. എന്താണ് ആ ഫോർമുല? അതിൽ വിദേശകാര്യം, പ്രതിരോധം, അങ്ങനത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വെക്കുക, ബാക്കിയുള്ളത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നൊരു ഫോർമുലയായിരുന്നു അന്ന് മുന്നോട്ട് വെച്ചത്. ആ ഫോർമുല അന്നത്തെ എല്ലാവരും, ഈ ത്രികക്ഷി ചർച്ചയിൽ എല്ലാവരും അംഗീകരിച്ചതുമായിരുന്നു. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോഴാണ് ആ ഫോർമുല ഞങ്ങൾ സ്വാതന്ത്ര്യാനന്തരം ശേഷം അത് പുനഃപരിശോധിക്കും എന്ന പ്രഖ്യാപനം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ ഒരു നേതാവിൽ നിന്ന് വരികയും അങ്ങനെയാണ് ആ ഒരു ഫോർമുല തകരുകയും ചെയ്തത്. ആ ഫോർമുല തകർന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് 2ആയി മാറുമെന്ന നില വന്നപ്പോഴും അവസാനം വരെ ഇന്ത്യയെ യോജിപ്പിക്കാൻ പ്രവർത്തിച്ചയാൾ മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ ഇങ്ങനെ വിഭജിക്കപ്പെടുന്നു എന്ന ഘട്ടം വന്നപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട അത് തടയാൻ ഞാൻ ഏറ്റവും കണ്ട വഴി ഗാന്ധിജിയെ രംഗത്തിറക്കുക എന്നതായിരുന്നു. അങ്ങനെ മൗലാന അബ്ദുൽ കലാം ആസാദ് ഈ ഘട്ടത്തിൽ ഗാന്ധിജിയെ കാണാൻ പോകുന്നുണ്ട്. ഗാന്ധിജിയെ കണ്ട് ഇന്ത്യയിലെ ഈ വിഭജനം തടുക്കണം എന്നുള്ള ശക്തമായ ആവശ്യവും നിലപാടും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഗാന്ധിജി പറയുന്നുണ്ട്, ഇന്ത്യ വിഭജിക്കാൻ പാടില്ലാത്തതാണ്, ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തതാണ്. പക്ഷേ രാഷ്ട്രത്തിൻ്റെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. മൗലാന പറയുന്നു, ഞാൻ വേദനയോടെ ആ പടവുകളിൽ ചവിട്ടിയിറങ്ങി. എന്നിട്ട് അദ്ദേഹം നേരെ പോയത് ബ്രിട്ടനിലേക്കാണ് പോയത്. എന്നിട്ട് ബ്രിട്ടനിൽ പോയിട്ട് അവിടുത്തെ MP-മാരെ കണ്ടിട്ട് പറഞ്ഞു, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയൊരു ഫോർമുലയുണ്ടല്ലോ, ആ ഫോർമുല നിങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കണം. അങ്ങനെ വന്നാൽ, അങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് വന്നാൽ ഇന്ത്യൻ ജനത അംഗീകരിക്കും, അവർ ഈ വിഭജനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കും. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിഭജിക്കണം എന്നായിരുന്നു താല്പര്യം. അങ്ങനെ ഇന്ത്യ വിഭജനത്തിനും മതരാഷ്ട്രവാദത്തിനുമെതിരായി ഏറ്റവും ഉജ്ജ്വലമായി അവസാന നിമിഷം വരെ പൊരുതിയത് ഖുറാന് വ്യാഖ്യാനം എഴുതിയ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ് മതവിശ്വാസികളായിരിക്കുന്നവർ മതരാഷ്ട്രവാദത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്? മതരാഷ്ട്രവാദത്തിന് വേണ്ടി വന്ന ആളുകളെ പരിശോധിക്കൂ. മുഹമ്മദ് അലി ജിന്ന, ഞാനത് കൂടുതൽ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും താല്പര്യമില്ലാത്ത ആളായിരുന്നു നമുക്കറിയാം. പക്ഷേ അദ്ദേഹം മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തത്. സവർക്കറെ നിങ്ങൾ നോക്കൂ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിട്ടത് സവർക്കറാണ്. സവർക്കറുടെ ഹിന്ദുത്വത്തിൻ്റെ എന്ന് പറയുന്ന പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ആദ്യം ശ്രമിക്കുന്നത് ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹിന്ദുവല്ല ഹിന്ദുത്വം എന്ന് അദ്ദേഹത്തിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അദ്ദേഹമാണ് ഈ പറയുന്ന മതരാഷ്ട്രത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുമായി മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് കാണാം. മതവിശ്വാസികളായിരിക്കുന്ന ആളുകൾ മതരാഷ്ട്രവാദത്തിനെതിരെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പൊരുതുകയും, എന്നാൽ മതവിശ്വാസികളല്ലാത്ത ആളുകൾ മതരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട, നാം തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ മതവിശ്വാസികളും സംബന്ധിച്ചിടത്തോളം മതം അത് നൽകുന്ന വെളിച്ചം, അതിൻ്റെ കാഴ്ചപ്പാടുകൾ, അവയുടെ പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് അവരുടെ ജീവിതാദർശമാണ്. എന്നാൽ മതരാഷ്ട്രവാദികളെ സംബന്ധിച്ചിടത്തോളം മതം അധികാരത്തിലേക്ക് കടക്കാനുള്ള ഒരു വഴി മാത്രമാണ് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഇവിടെ മതത്തിൻ്റെ പേരിൽ വോട്ട് ശ്രമിക്കാത്ത ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഇവിടുത്തെ ഒരു ഉത്സവവും ആഘോഷവും കലക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ തേടേണ്ട ആളുകൾക്ക് അത് കലക്കേണ്ടി വരുന്നു എന്നും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒരു മതവിശ്വാസിക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലത് എവിടെയാണ്? മതരാഷ്ട്രമാണോ? ഒരു ഹിന്ദുമത രാഷ്ട്രമായി ഒരു നാട് രൂപീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ
ആ രാജ്യത്തിനകത്ത് ആ വിശ്വാസിക്ക് മാത്രമേ ജീവിക്കാൻ പറ്റൂ, മറ്റുള്ളവർ പുറത്തു പോകേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ പേര് രണ്ടാം കിട പൗരന്മാരെ അവർ ജീവിക്കേണ്ടി വരും, അവരുമായി ഏറ്റുമുട്ടേണ്ടി വരും. ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറുമ്പോഴും ഇസ്ലാം മത വിശ്വാസികൾക്ക് ആ രാഷ്ട്രത്തിനകത്ത് നിലനിൽക്കാൻ വേണ്ടി പറ്റുകയും മറ്റ് വിഭാഗം രണ്ടാം നിരയായി തീരുകയും അതിൻ്റെ പേരിൽ ഏറ്റുമുട്ടലുകളും ആവശ്യമായി വരും. ഇത് ഒരു ബൗദ്ധരാഷ്ട്രമായാലും ജൈനരാഷ്ട്രമായാലും പാർസി രാഷ്ട്രമായാലും എല്ലാം ഈ കാര്യം ബാധകമാണ്. എന്നാൽ ഒരു രാജ്യം മതനിരപേക്ഷ രാഷ്ട്രമായി നിൽക്കുന്നു എന്ന് കരുതുക. ആ രാജ്യത്ത് ഹിന്ദു മതവിശ്വാസിക്ക് അവൻ്റെ വിശ്വാസങ്ങളുമായി അവരുടെ വിശ്വാസവുമായി ജീവിക്കാം. ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിനകത്ത് ഇസ്ലാം മതവിശ്വാസിക്ക് അല്ലെങ്കിൽ വിശ്വാസികളായ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവർക്കും ജീവിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിനകത്താണ് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസവുമായി ജീവിക്കാൻ വേണ്ടി പറ്റുക. വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ജീവിക്കാനും വേണ്ടി പറ്റുക എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ തിരിച്ചറിവ് മതത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുപിടിച്ച ആളുകൾക്കുണ്ടായിരുന്നു. ഗാന്ധിജിക്കതുണ്ടായിരുന്നു, മൗലാന അബ്ദുൽ കലാം ആസാദിനുണ്ടായിരുന്നു. അതുപോലെ ഈ രാജ്യത്ത് നൂറുകണക്കിന് മതവിശ്വാസികൾക്ക് ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മുഹമ്മദ് അലി ജിന്നക്കായാലും കൊള്ളാം, സവർക്കറെ പോലെയുള്ള ആളുകൾക്കായാലും കൊള്ളാം, അവർക്ക് ഈ കാഴ്ചപ്പാടുണ്ടാവില്ല. അവർക്ക് മതം രാഷ്ട്രീയ അധികാരത്തിനുള്ള ചവിട്ടുപടിയാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് മതനിരപേക്ഷതയുടെ വേണ്ടിയുള്ള പോരാട്ടമാണ് മതവിശ്വാസികളായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. വർത്തമാനകാലം ഇത്തരത്തിൽ എന്തിനാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്താണ്? ഒരു മനുഷ്യൻ്റെ ആ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യപരമായും സർഗാത്മകമായും നമ്മുടെ കഴിവുകളെയെല്ലാം വികസിപ്പിക്കാനും ആഹ്ലാദകരവുമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. അതാണ് ജീവിതം. അത്തരമൊരു ജീവിതം നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ, ആഹ്ലാദകരമായൊരു ജീവിതം സാധ്യമാക്കണമെങ്കിൽ മനുഷ്യരെ പരസ്പരം ഏറ്റുമുട്ടിക്കാതെ മനുഷ്യരുടെ പരസ്പരമായ വിശ്വാസങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു രാഷ്ട്രഘടന ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യസ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതനിരപേക്ഷ രാഷ്ട്രഘടനയാണ് എന്ന് നാം ഉറക്കെ പറയേണ്ട ഒരു ഘട്ടമാണ്. ആ ഒരു ഉറക്കെ പറയേണ്ട ആ ഘട്ടത്തിൽ മനുഷ്യസ്നേഹം മുറുകെ പിടിച്ച് എല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച പ്രൊഫസർ എം മുരളീധരൻ്റെ ദിനത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ള പ്രതിജ്ഞ അതുകൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. മുരളി മാഷ് അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. വ്യക്തിപരമായി നമുക്കെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഓരോരോ ഓർമ്മകളുണ്ട്. മാഷെക്കുറിച്ച് പറയുമ്പോൾ, മാഷ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ വളരെ ശക്തമായ സംവാദങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും സരസമായി സംസാരിക്കുന്ന ആളാണ്. പലപ്പോഴും പിരിമുറുക്കമുള്ള മുഹൂർത്തങ്ങളിൽ മാഷ് പൊട്ടിക്കുന്ന നർമ്മം ആ കമ്മിറ്റിയുടെ അപ്പോഴത്തെ അവസ്ഥ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായിരുന്നു. നല്ല വായനക്കാരൻ, കലാസ്വാദകൻ, എല്ലാ സാമൂഹ്യ പ്രവർത്തകരുമായിട്ടും നേരത്തെ ഇവിടെ പുത്തലത്ത് ദിനേശൻ പറഞ്ഞതുപോലെ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉറച്ച് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എല്ലാവരുമായും സൗഹൃദം നിലനിർത്തിയ ആളായിരുന്നു അദ്ദേഹം. അതാണ് ഈ അനുസ്മരണ സമ്മേളനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഈ സദസ്സിൽ നിറയെയുണ്ട്. എനിക്കത് തിരിച്ചറിയാനാകും. മുരളി മാഷ് സമർപ്പിതനായ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സമയ ചിട്ടയില്ലാതെ ഏത് സമയത്തും ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് രോഗം വന്ന ശേഷവും ആ ദൗത്യം അദ്ദേഹം
തുടരുകയുണ്ടായി. ഞാൻ ഓർക്കുന്ന ഒരു മുഹൂർത്തം, CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുമ്പോൾ കലാപരിപാടികൾ നടക്കുകയാണ്. ശ്രീ ഉമ്പായി ഏറ്റവും അവസാനം പാടിയത് തൃശ്ശൂരാണ്. അദ്ദേഹത്തിന് അതിനുശേഷം രോഗം ബാധിക്കുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഉമ്പായി പാടി അവസാനിപ്പിക്കുമ്പോൾ ഒരു 10-10:30 ഇപ്പം ചില കാരണങ്ങളാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ പറ്റിയില്ല. ഒരു 11-11:30 തേക്കങ്ങാട് മൈതാനിൽ നിന്ന് ഉമ്പായി പോകുന്നത്. ഉമ്പായി പോകുന്നത് വരെ ഒരു 11:30 വരെ ദത്തുമാഷും മുരളിമാഷും അവരുടെ പ്രായത്തിൻ്റെ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മറന്നുകൊണ്ട് അവിടെ നിന്നത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതായിരുന്നു മുരളിമാഷ്. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുമായിട്ടും സൗഹൃദം പങ്കുവച്ച അദ്ദേഹം നിരവധി തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ ഗുരുവുമാണ്. മാഷ്ടെ ജ്വലിക്കുന്ന സ്മരണ തീർച്ചയായും നാം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPIM ഈ അനുസ്മരണ സമ്മേളനം പ്രത്യേകമായിട്ട് സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന് പകരം വെക്കാൻ കഴിയുന്ന ഒരാളെ സത്യത്തിൽ ആ നിലയിൽ നമുക്ക് പകരം വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നഷ്ടബോധം കൂടി ഞങ്ങൾക്കുണ്ട്. മുരളിമാഷ്ടെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹോം സയൻസിലെ 3 പ്രധാന മേഖലകളായ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്നിവയിൽ 1.5 പതിറ്റാണ്ടിലേറെ അധ്യാപന ഗവേഷണ പരിചയമുള്ള വ്യക്തിയാണ് ഡോക്ടർ ഭാഗ്യ. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നിന്നും സർവകലാശാല റാങ്കോടെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ബിരുദവും ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന വിഷയത്തിൽ ബിരുദാനന്ദ ബിരുദവും നേടിയ ഭാഗ്യ കേരള സർവകലാശാലയിൽ നിന്നും 1ാം റാങ്കോടെ ചൈൽഡ് അഡോളസെന്റ് ഫാമിലി കൗൺസിലിംഗിൽ ബിരുദാനന്തര ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേ സർവകലാശാലയുടെ ബയോകെമിസ്ട്രി വിഭാഗത്തിൽ നിന്നും ഇൻവെസ്റ്റിഗേഷൻസ് ഓൺ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഇൻ ഹൈപ്പർടെൻസീവ് റാറ്റ്സ് എന്ന വിഷയത്തിലാണ് അവർ ഗവേഷണ ബിരുദം നേടിയിട്ടുള്ളത്. ഡോക്ടർ ഭാഗ്യ നിരവധി ഗവേഷണ ജേർണലുകളുടെ പരിശോധകയായി പ്രവർത്തിക്കുകയും ഗവേഷണ പദ്ധതികൾ വിലയിരുത്തുകയും ചെയ്തു വരുന്നു. അവർ 4 പുസ്തകങ്ങളും 16 പുസ്തകങ്ങളിൽ അധ്യായങ്ങളും 3 മാനുവലുകളും എഴുതുകയും നിരവധി നാഷണൽ കോൺഫറൻസ് പ്രൊസീഡിങ്സ്, റിസർച്ച് പബ്ലിക്കേഷൻസ് എന്നിവയിൽ പങ്കാളിയാകുകയും ചെയ്തിട്ടുണ്ട്. മൾട്ടി ഡിസിപ്ലിനറിയായ റിക്കർക്ക നാഷണൽ കോൺഫറൻസിൻ്റെ സ്ഥാപകയായ ഡോക്ടർ ഭാഗ്യ ഗവേഷണ രംഗത്ത് 2019 മുതൽ നിരവധി നല്ല മാതൃകകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹോം സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര പഠനത്തിന് കേരള സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അംഗമാണ്. അനവധി ഓട്ടോണമസ് കോളേജുകൾക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കും വിദഗ്ധോപദേശം അവർ നൽകി വരുന്നുണ്ട്. ഹോം സയൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം വൈസ് പ്രസിഡന്റായ ഡോക്ടർ ഭാഗ്യ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള പല പ്രസ്ഥാനങ്ങളിലും അംഗമാണ്. നിരവധി വേദികളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അവർ പാഠ്യപദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതിലും വിവിധ വിഷയങ്ങളിൽ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്നതിലും മുൻപന്തിയിലാണ്. 2018-19 വർഷത്തിലെ ഏറ്റവും നല്ല NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള കേരള സർവകലാശാലയുടെ പുരസ്കാരം ഭാഗ്യയുടെ ഇത്തരം ഇടപെടലുകൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. അക്കാദമിക രംഗത്തും സാമൂഹിക രംഗത്തുമുള്ള ഭാഗ്യയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ തുടരാൻ ഈ പുരസ്കാരം കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. മുരളീധരൻ സാറിൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഈ വർഷത്തെ മുരളീധരൻ സാറിൻ്റെ മെമ്മോറിയലായിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് ലഭിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. സാറിനെ എനിക്ക് പരിചയമില്ല, പക്ഷേ ഈ ഒരു അവാർഡിൻ്റെ ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം
ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവരും വാട്സപ്പ് മെസ്സേജസ് ഒക്കെയാണ് അയക്കുന്നത്. പക്ഷേ ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം എനിക്ക് ധാരാളം കത്തുകൾ എൻ്റെ കോളേജിൽ എൻ്റെ പേരിൽ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സാറിനോട് സാറിൻ്റെ ആ ഒരു സുഹൃത്ത് വലയം അല്ലെങ്കിൽ സാറിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇന്ന് സാറിൻ്റെ വീട്ടിൽ എനിക്ക് പോകാൻ കഴിയുകയും അതുപോലെ സർല മാഡത്തിനെയും സാറിൻ്റെ സഹധർമ്മിണിയും അതുപോലെ മകൻ ശങ്കർ, കേശവ് അവരെയൊക്കെ പരിചയപ്പെടാനും ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യസ്നേഹിയെ എനിക്ക് ഈ ഒരു പുരസ്കാരത്തിലുപരി വലിയൊരു മനുഷ്യസ്നേഹിയെ അറിയാനായിട്ട് എനിക്ക് സാധിച്ചു. ഇവിടെ പ്രസംഗിച്ച എല്ലാവരിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ മുരളീധരൻ സാറ് വളരെ സ്നേഹവും കരുണയും മനുഷ്യത്വവും ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും മരിക്കുകയില്ല, അവരെന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കും. അപ്പോൾ ഈ സാറ് ശരിക്കും പറഞ്ഞാൽ ഈ സാറിനെ അറിയാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ മുരളീധരൻ സാറിൻ്റെ ഫൗണ്ടേഷനിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. വളരെ സുതാര്യമായിട്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പ്രദീപ് സാർ എന്നെ വിളിക്കുകയും സാർ എന്നോട് പ്രൂഫ്സും അതൊക്കെ ചോദിച്ചപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. സാധാരണഗതിയിൽ നമ്മളിങ്ങനെയുള്ള പുരസ്കാരങ്ങൾക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് നിന്ന് പിന്നെ വേറെ ഫോളോ അപ്സ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇത് വളരെ സുതാര്യമായിട്ടുള്ളൊരു സെലക്ഷൻ കമ്മിറ്റി ആയിരുന്നു. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ആ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള സർവകലാശാലയിലെ VC പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ സാറ്, പ്രൊഫസർ A പ്രേമ, അതുപോലെ ഡോക്ടർ CL ജോഷി സാറ്, ഇവരോടെല്ലാം ഉള്ള ഒരു നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെ ശരിക്കും ഈ ഒരു സാമൂഹിക പ്രവൃത്തിയിലേക്ക് ഉള്ള ആ ഒരു പ്രതിബദ്ധതയും അതുപോലെ എന്നെ അതിന് പ്രാപ്തയാക്കിയത് എൻ്റെ കോളേജാണ്. സെൻറ്റ് ജോസഫ്സ് വിമൻസ് കോളേജാണ്. അവിടുത്തെ കെനോസിയൻ സിസ്റ്റേഴ്സാണ്. ഈ അവസരത്തിൽ എൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഉഷ A, അതുപോലെ മാനേജർ സിസ്റ്റർ ജെട്രൂഡ്, അതുപോലെ എൻ്റെ സഹപ്രവർത്തകരുടെ ആ ഒരു സഹായം, എൻ്റെ കുട്ടികൾ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും എൻ്റെ കുട്ടികൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. സോ ഈ ഒരു അവസരത്തിൽ ഞാൻ ആ ഒരു നന്ദി അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്നത് എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ശമ്പളത്തിൻ്റെ എനിക്ക് തോന്നുന്നു പല അവസരങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മുഷിപ്പും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി മറ്റുള്ളവർക്ക് വേണ്ടി ആശുപത്രിയിൽ പോവുകയും അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഗവൺമെൻറ് സർവൻസ് ആണ്. പക്ഷേ ഒരു അനിഷ്ടവും ഇല്ലാതെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പ്രവൃത്തിയുടെ ആ ഒരു നന്മയാണ് എനിക്ക് ഈ പുരസ്കാരമായി കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ആ വാല്യൂ സിസ്റ്റം എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ പാരൻസിൽ നിന്നാണ്. അതിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സ്, ഗുരുക്കന്മാർ എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഈ സാമൂഹിക പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞിനുമാണ്. എനിക്ക് ഒരു മകളാണുള്ളത്. പക്ഷെ അവരും ഈ പറഞ്ഞതുപോലെ എൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ ഇതുവരെ എൻ്റെ ഒരു പ്രവൃത്തികളിലും അവർ പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും സാമൂഹിക പ്രവൃത്തികൾ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അക്കാഡമിക് റിസർച്ച് രംഗങ്ങളിൽ കൂടാതെ എനിക്ക് സാമൂഹിക പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ ഹസ്ബൻഡ് രമേശിനും അതുപോലെ ഭദ്രമോളയും കൂടി ഞാൻ ഓർക്കുകയാണ്. അവർക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പുരസ്കാരം ഞാൻ എൻ്റെ അധ്യാപക സമൂഹത്തിന് ശരിക്കും സമർപ്പിക്കുകയാണ്. എനിക്ക് ശരിക്കും ഇത് ഒരു പ്രചോദനവുമാണ്. പക്ഷേ ഇതെനിക്ക് ഉത്തരവാദിത്വം കൂട്ടുന്നു. കാരണം മാഷിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഇനി എനിക്ക് തുടർന്നും ഇതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ നല്ലപോലെ ഏർപ്പെടാൻ സാധിക്കണേ എന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഒരു ലെവലിലൊക്കെ എത്തിയ ആൾക്കാർ അവരുടെ കഴിവുകൊണ്ടൊന്നുമല്ല എത്തിയത്. എനിക്ക് ഇങ്ങനെ കയറി നിൽക്കാൻ യോഗ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഇമ്പോസ്റ്റർ ഫിനോമിന. അപ്പോൾ എനിക്കങ്ങനെ ഒരു തലത്തെത്തിയൊന്നും ഞാൻ കരുതുന്നില്ലെങ്കിൽ പോലും ഈ മുരളി മാഷ്ടെ സ്മാരക പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചമ്മലുണ്ട്, ഒരു ഇമ്പോസ്റ്റർ ഫിനോമിന ഉണ്ട്. മലയാളത്തിൽ അതിന് തുല്യമായിട്ടുള്ളൊരു വാക്ക് കണ്ടിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
പ്രത്യേകിച്ച് CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിരുന്ന മുരളി മാഷിനെ പോലെ അറിയപ്പെടുന്ന ആളുകൾ, അറിയപ്പെടാത്ത ആളുകൾ, ഒരുപാട് കാലുവെന്ത മനുഷ്യർ, ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ CPIMനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അറിയപ്പെടാത്ത ആളുകളാണ് അധികം, അറിയപ്പെടുന്ന നേതാക്കന്മാരെക്കാൾ അധികം. അപ്പോൾ ഒരു CPI അനുഭാവിയോ ഇടതുപക്ഷ സഹയാത്രികനോ ഒന്നുമല്ലാത്ത എനിക്ക് ഈ മുരളി മാഷിൻ്റെ ഈ സ്മാരക പ്രഭാഷണം നടത്താനുള്ള യോഗ്യതയെപ്പറ്റി എനിക്ക് വലിയ പേടിയുണ്ട്. പിന്നെ മുൻവർഷങ്ങളിൽ ഈ പ്രഭാഷണം നടത്തിയുള്ള പേരുകൾ വായിച്ചപ്പോൾ എൻ്റെ ആ ഒരു പേടി വർദ്ധിക്കുകയാണ്. അപ്പോൾ ഞാനത് നേരത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ ഹരിദാസ് മാഷോട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ശരിയാവാത്ത, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കോൺഫിഡൻസ് മീൻസ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. കാരണം ഞാൻ പല കാരണങ്ങൾ കൊണ്ട് ചെറുപ്പം മുതലേ എനിക്ക് തോന്നുന്നു PDC പഠിക്കുമ്പോൾ ഈ സോൾഷനിസ്റ്റിനെയൊക്കെ വായിച്ചിട്ട് അങ്ങനെ വഴിതെറ്റിപ്പോയ ഒരാളാണ്. പിന്നെ ആകെ എനിക്ക് പറയാവുന്നത് എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരുടെ പോലെ നിങ്ങളുടെ ഒരു പാർട്ടിക്കാരിയാണെന്നുള്ളതാണ്. രാജീവിൻ്റെ എല്ലാം ഒപ്പം ജില്ലാ കമ്മിറ്റിയിലൊക്കെ SFI ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അഭിഭാഷകനാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രധാനമായിട്ടുള്ളൊരു ഒരു ബലം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ പിതൃ സഹോദരൻ പണ്ട് CV ശ്രീരാമനെയൊക്കെ SFI ചേർക്കാൻ വേണ്ടി കുന്നംകുളത്തൊക്കെ CV ശ്രീരാമൻ ഒരു ടീനേജറായിരുന്നപ്പോൾ ബാലേട്ടനെ SFIൽ ചേർക്കാൻ വേണ്ടി കുന്നംകുളത്ത് വന്ന എൻ്റെ പിതൃ സഹോദരൻ 57 അന്നത്തെ ലോക്സഭയിലെ യങ്ങസ്റ്റ് MP ആയിരുന്നു CPIയുടെ. അന്ന് പാർട്ടി പിളർന്നിട്ടില്ല TCN മെൻ, അങ്ങനെയൊക്കെ ചില KP അരവിന്ദാക്ഷനും ഒരു ബന്ധുവാണെന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയോ ഒരു ഞാൻ സ്വരുക്കൂട്ടിയെടുത്ത ഒരു ഇടതുപക്ഷ അഭിമുഖ്യത്തിൻ്റെ വലിയ. പിന്നെ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള മുഴുവനും ഇടതുപക്ഷത്തിനാണെന്ന് അങ്ങനെ ഒരു ഇതുകൂടി പറയാം. ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾക്ക് മുഴുവനും LDFനാണ് വോട്ട് ചെയ്തത്. ആദ്യമായിട്ട് വോട്ട് ചെയ്ത് വളരെ അഭിമാനത്തോടെ ഓർക്ക് TM മുഹമ്മദ് എന്ന് പറയുന്ന മട്ടാഞ്ചേരിയിലെ സഖാവിനെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധമില്ല മാത്രമല്ല കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എതിർക്കുകയും കുടുംബകലഹത്തോളം എത്തുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഷൂസിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ കാല് കയറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം. പ്രത്യേകിച്ച് മുരളീധരൻ മാഷെ പോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാലുവെന്ത മനുഷ്യരുടെ ഒരു അറിയപ്പെടാത്ത മനുഷ്യർ, മുരളീധരൻ മാഷെ പോലെ അറിയപ്പെട്ട മനുഷ്യരല്ല, അറിയപ്പെടാത്ത ഒരുപാട് മനുഷ്യരുടെ ഒരു അവരുടെ ആശയം പ്രതീക്ഷയും എല്ലാമാണ്. അപ്പോൾ അതിനെ നമ്മൾ വേറെ തരത്തിൽ ഒരു വ്യാഖ്യാനിക്കാൻ പാടില്ലാത്തതാണ്. ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനത്തോട് പുതിയ വിമുഖമാകുന്നതല്ല, എനിക്ക് വിമുഖമാകുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ മാഷ് പറഞ്ഞു, ഈ ഇവിടുത്തെ സഹാക്കന്മാരോടൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, സഹാക്കന്മാർക്ക് അത് എളുപ്പം അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല, കാരണം അവരുടെ കാലിലടിയിലെ മണ്ണിൻ്റെ ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ പറഞ്ഞു വിമുഖമാകുന്നോ എന്നൊരു ചോദ്യത്തിന്, അതാണല്ലോ ഒരു ടെക്നിക്കാണല്ലോ, വിമുഖമാകുന്നോ എന്നൊരു. പിന്നെ ഞാൻ 2036 കേരളം ആര് ഭരിക്കുന്നതാണ് ചോദിച്ചു. അപ്പോൾ സഹാക്കന്മാർക്ക് തീർച്ചയായിട്ടും അതിനൊരു പ്രശ്നമുണ്ടാവും. 2046 ആക്കാം, 36 അത്ര പ്രശ്നമില്ലല്ലോ, അത്രയധികം മണ്ണ് പോയിട്ടില്ലല്ലോ, പുതിയ അത്രയും നമ്മുടെ തലമുറയ്ക്ക് വോട്ടിൽ താല്പര്യമുണ്ടാകുന്നല്ലോ. അപ്പോൾ ഞാനും അങ്ങനെ 2046 ആക്കി. സത്യം പറഞ്ഞാൽ സഹാക്കന്മാരുടെ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഈ ശുഭാപ്തി വിശ്വാസം വിജയിച്ച് കാണാൻ തന്നെയാണ് പേഴ്സണലി വ്യക്തിപരമായിട്ട് എനിക്ക് ആഗ്രഹം. 2046 56 76 എല്ലാം കേരളം ഭരിക്കാനും ഇന്ത്യ ഭരിക്കാനും ഒക്കെ മിടുക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായി വരട്ടെ എന്ന് തന്നെയാണ് നമ്മളെ ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുപേര് നമ്മൾ ഇതുപോലെ പെസിമിസം പറയാൻ വേണം, എന്നാലേ നിങ്ങളൊക്കെ വളരെ അലർട്ടായിട്ടിരുന്ന് ഇത് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ആത്മവിശ്വാസികൾ വിമാനം കണ്ടുപിടിക്കുകയും ശുഭാപ്തി വിശ്വാസികൾ വിമാനം കണ്ടുപിടിക്കുന്നു, അശുഭാപ്തി വിശ്വാസികൾ പാരഷൂട്ട് കണ്ടുപിടിക്കുന്നതാണ് പ്രവചനം. അപ്പോൾ രണ്ടുപേരെയും ലോകത്തിന് വേണം, വിമാനം കണ്ടുപിടിക്കുന്നവരെയും വേണം, പാരഷൂട്ട് കണ്ടുപിടിക്കുന്നവരെയും വേണം. അപ്പോൾ കുറച്ച് അശുഭാപ്തി വിശ്വാസികളാണ്. അപ്പോൾ 2036 കേരളം ആര് ഭരിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ആൾക്കാർക്ക് തന്നെ ഭരിക്കുമായിരിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വോട്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ പൊളിറ്റിക്കൽ ആനിമൽസ് ആയിരിക്കും ഇവിടെ ഇരിക്കുന്നവരധികം പേര്. നിങ്ങളെപ്പോലുള്ള പൊളിറ്റിക്കൽ ആനിമൽസിന് അതിൻ്റെ കാരണങ്ങൾ എല്ലാം അറിയാൻ പറ്റുമായിരിക്കും, ഒരു 100 എണ്ണം അറിയാൻ പറ്റുമായിരിക്കും. അപ്പം എന്നെ പോലുള്ള അപ്പൊളിറ്റിക്കൽ ആനിമൽസിന് നിങ്ങൾക്കറിയാത്ത 1-2 കാരണങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാവും. അറിഞ്ഞൂടാ, ഐ എം നോട്ട് വെരി ഷുവർ. എന്നാലും എനിക്കും അങ്ങനെ പറയാം. 1-2 100 അറിയുന്ന ആൾക്കാരെ 2 കൂടി, നിങ്ങൾ ഇതിൽ 24 hours ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, മത്സ്യം വെള്ളത്തിൽ എന്ന പോലെ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അധികം പേര് ഇട്ടിരിക്കുന്ന അധികം പേര് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ അതിലെ 2 കാര്യങ്ങൾ എനിക്കും കൂടി പറഞ്ഞുതരാൻ പറ്റുന്ന അങ്ങനെ ഒരു ഉത്തരവാദിത്തം കൂടി. പിന്നെ ഇവിടെ ഒന്ന് വായിച്ചപ്പോൾ മാഷ് പഠിച്ച കോളേജിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്, മഹാരാജ് കോളേജിൽ. അങ്ങനെയൊക്കെ ഒരു കോൺഫറൻസൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, 2036 കേരളം ആര് ഭരിക്കുന്നൊക്കെ തന്നെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു കൃത്രിമമായ അശുഭാപ്തി വിശ്വാസമായിരിക്കും. അത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും. ചരിത്രം മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണാന്ന് പറഞ്ഞിട്ട് പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്, അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമാണ്. മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീഴുന്നു. അതുപോലെ മോങ്ങാനിരുന്ന ചരിത്രത്തിൻ്റെ തലയിലും എപ്പോഴും തേങ്ങ വീഴും. ചരിത്രം ഇങ്ങനെ മോങ്ങാൻ റെഡിയായിട്ടിരിക്കുമ്പോൾ ഒരു തേങ്ങ വീഴും. അതിന് നമ്മളെല്ലാവരും പറയും ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയും. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇമ്മീഡിയറ്റ് കോസായിട്ട് പറയുന്നത് ജർമ്മനി കയറി പോളണ്ടിനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 96 ഒരു രസികൻ ഒരു കോയിൻസിഡൻസ്, ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ട്. ഈ മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീഴുന്നത് 96 TV ഗോധവർമ്മൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ആൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഈ ഇന്ത്യയിലെ വനങ്ങൾ പ്ലൈവുഡ് വ്യവസായത്തിന് വെട്ടനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുപ്രീം കോടതി അത് നിരോധിച്ചു 1996. ഇന്ത്യയിലെ മരങ്ങൾ വെട്ടാൻ പാടില്ല, കാട്ടുമരങ്ങൾ വെട്ടാൻ പാടില്ല. അപ്പോൾ ഈ അന്ന് ഇന്ത്യയിലെ പ്ലൈവുഡ് വ്യവസായത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആസാമായിരുന്നു. ഇത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ വലിയ പ്ലൈവുഡ് വ്യവസായം പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. അവിടുത്തെ മിഷണറികളൊക്കെ തുരുമ്പിടിച്ചു തുടങ്ങി. ആളുകൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത അവിടുത്തെ ആൾക്കാർക്ക് പണിയിലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഈ പെരുമ്പാവൂരെല്ലാം പണ്ടേ ചെറിയൊരു പ്ലൈവുഡ് വ്യവസായമുണ്ട്. അപ്പോൾ ഈ മിഷണറികൾ ഇങ്ങോട്ട് വന്നു ഭയങ്കരമായിട്ട്. സെക്കൻഡ് ഹാൻഡ് മിഷണറികൾ ആസാമിൽ നിന്ന് വൻതോതിൽ പെരുമ്പാവൂരിലേക്ക് വന്നു, പെരിയാറിൻ്റെ തീരത്തേക്ക്. അവിടെ ചെറിയ പ്ലൈവുഡ് വ്യവസായമുണ്ട്. ഈ ആൾക്കാരും വന്നു ഇതിൻ്റെ പുറകെ തൊഴിലെടുക്കാനായിട്ട്. കാരണം കേരളത്തിലൊരു അവൈലബിലിറ്റി ഉണ്ട് റബ്ബർ വുഡിൻ്റെ. ഈ കടുംവെട്ട് വെട്ടുന്ന സ്ലോട്ടർ ടാപ്പ് വെട്ടുന്ന റബ്ബർ മരത്തിൻ്റെ വൻതോതിൽ റബ്ബർ മരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പ്ലൈവുഡ് വ്യവസായത്തിന് പ്രശ്നമില്ല ഈ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം. അങ്ങനെ കേരളത്തിൽ കടുംവെട്ട് വെട്ടുന്ന റബ്ബർ മരം തടി ഉപയോഗിച്ചിട്ട് ഈ പ്ലൈവുഡ് വ്യവസായം കേരളത്തിലേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ ഭായിമാരെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളുടെ ഈ ഇൻഫ്ലക്സ്, ഈ ഒഴുക്ക് വരാൻ കാരണത്തിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ഒരു മലയാളി തന്നെ സുപ്രീം കോടതി കൊടുത്തു. ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. മരംവെട്ട് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മലയാളിയായ ഗോദവർമ്മൻ നമ്പൂതിരിപ്പാട് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തതാണ് നമ്മൾ ഈ കാണുന്ന മുഴുവൻ ഭായിമാരെയും കേരളത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു തുടക്കം. പക്ഷെ അതല്ല കേട്ടോ, നായ മോങ്ങാനിരിക്കുകയായിരുന്നു. പക്ഷെ തേങ്ങ വീണെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് കോസ് ആയിരുന്നു അത്. കേരളത്തിൽ നമ്മൾ മടിയന്മാർ മേലനങ്ങാത്ത എന്താ പറയുക റെഡിയായിട്ടിരിക്കുകയായിരുന്നു പണിയെടുക്കാണ്ടിരിക്കാനായിട്ട്. നമ്മൾ ബ്ലൂ കോളർ ജോലി നമ്മൾ ചെയ്യില്ല എന്ന് നമ്മൾ റെഡിയായിട്ടിരിക്കുമ്പോഴായിരുന്നു ഗോദവർമ്മൻ സാറ് പോയിട്ട് കേസ് കൊടുത്തതും അത് അവിടുത്തെ പ്ലൈവുഡൊക്കെ വന്നു. അങ്ങനെയാണ് അത്. അപ്പം ഇമ്മീഡിയറ്റ് കോസ് മാത്രമേ ആവുന്നുള്ളൂ ചരിത്രം. എല്ലാ ചരിത്ര സംഭവങ്ങളും അങ്ങനെയാണ്. അത് പക്വമായിട്ടുണ്ടാവും. ഈ സംഭവം ഉണ്ടാവാനായിട്ട് പക്വമായിരിക്കുമ്പോഴാണ് ഈ തേങ്ങ വീഴുന്നത്. അതുപോലെ 1996 ഇതുപോലൊരു ഇമ്മീഡിയറ്റ് കോസ് വേണമെങ്കിൽ പറയാം. നമ്മുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു സ്കൂളിൽ കേരള ഹൈക്കോടതി സ്കൂളുകളിലെ രാഷ്ട്രീയം, ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ SFIയിലും കേസിലൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇവർ സമരം നടത്തുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആയിരുന്നു. നമുക്ക് നേരത്തെ വീട്ടിൽ പോകാമല്ലോ ഇടയ്ക്കൊക്കെ. അപ്പോൾ അത് സ്കൂളിലെ രാഷ്ട്രീയം നിരോധിച്ചത് 1996 ഈ ഗോദവർമ്മ നമ്പൂതിരിപ്പാട് തിരുവൽപ്പാട് കേസ് കൊടുത്ത ആ 96 തന്നെയാണ് കേരളത്തിലെ ഈ സ്കൂളുകളിലെ രാഷ്ട്രീയം നിരോധിച്ചു. പിന്നെ 2017 ക്യാമ്പസുകൾ നിരോധിച്ചു. അപ്പോൾ അത് പൂർണ്ണതോതിൽ നിരോധനമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ അരാഷ്ട്രീയതയിലേക്കുള്ള ഒരു വലിയ ഒരു ഷിഫ്റ്റിന് അതൊരു ഈ തേങ്ങ വീഴലായിരുന്നു. ഈ പറഞ്ഞ 2 നമ്മുടെ സുപ്രീം അതിൻ്റെ പുറകെ ഈ കോടതി വിധിയുടെ പിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുക ശരിക്കും പിൽക്കാലത്ത് ജേർണലിസ്റ്റുകളൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പ്രസംഗിച്ച സഹാക്കമ്മൊക്കെ പറഞ്ഞ പോലെ ഒരു വിചിത്രമായ ദശാസന്ധിയിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വലിയ ദശാസന്ധി, ഒരു വലിയ ജംഗ്ഷൻ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ വലതുപക്ഷവൽക്കരണം തുടങ്ങുന്നത് അടിയന്തരാവസ്ഥ കൂടിയാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഭയങ്കരമായിട്ട് ഫാർ റൈറ്റിലേക്കുള്ള അതിൻ്റെ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ ഈ ഇമ്മീഡിയറ്റ് കോസ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് അടിയന്തരാവസ്ഥ പോലെ തന്നെ പറയാവുന്ന ഓർക്കാവുന്ന ഒരു വലിയ സംഭവമുണ്ട്, വിമോചന സമരം. അപ്പോൾ കേരളം ഇന്ത്യയൊക്കെ വളരെ മുമ്പിലാണല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കേരളത്തിൻ്റെ വിമോചന സമരം 59 സംഭവിച്ച പോലെ ഇന്ത്യ നമ്മുടെ വളരെ പുറകിലാണ്. അപ്പോൾ 70കളിൽ ആണ് ഇന്ത്യ ഇതിനെ ഫേസ് ടു ഫേസ് നിൽക്കുന്നത്, ഇതിൻ്റെ ഒരു വലിയ ചരിത്ര സന്ധി.
അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ തോന്നുന്നത് വിമോചന സമരവും അടിയന്തരാവസ്ഥയും ഇന്ത്യയിലും കേരളത്തിലും എല്ലായിടത്തും വിമോചന സമരവും അടിയന്തരാവസ്ഥയും കൂടി മിക്സ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ചെറിയൊരു അന്തരീക്ഷം പോലെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിമോചന സമരം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഫാബ്രിക്കിൽ എന്നേക്കുമായി സാമുദായിക ശക്തികൾ പിടിമുറുക്കാൻ, സാമുദായിക ശക്തികളും വലതുപക്ഷ ശക്തികളും പിടിമുറുക്കാൻ ഇടയുണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു ഇരുണ്ട യുഗത്തിൻ്റെ തുടക്കം. പിന്നെ അത് നമ്മൾ കുറേ മുൻപോട്ടൊക്കെ പോയെങ്കിലും കേരളത്തിൻ്റെ നവോത്ഥാനത്തെ പുറകോട്ടടിച്ച ഒരു സംഭവമാണ് ഈ വിമോചന സമരം. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യ നമ്മുടെ പുറകിലായിരുന്നെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള സന്ദർഭത്തിലാണ് ഈ നമ്മൾ ഇതിൻ്റെ ഒരു ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് സജസ്റ്റ്. അപ്പോൾ ഞാനിതിൻ്റെ മുമ്പായിട്ട് പറഞ്ഞൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇടവക തട്ടകം മകൽ എന്നുകൊണ്ട് ഞാൻ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു മാതൃഭൂമി ആഴ്ചവെപ്പിൽ 5-6 കൊല്ലം മുമ്പ്. അത് കവിതയല്ല, ശരിക്കും ഉപന്യാസം എഴുതാനുള്ള മടി കൊണ്ട് ഒരു പേജിൽ ഒതുക്കി മാത്രമേ ഉള്ളൂ. ഇടവക തട്ടകം മകൽ കേരളത്തിനെ പഞ്ചായത്തുകളോ നിയോജക മണ്ഡലങ്ങളോ ആയിട്ടൊന്നുമല്ല വേർതിരിച്ചിരിക്കുന്നത്. കേരളം കുറേ ഇടവകകളും കുറേ SNDP യോഗങ്ങളും കുറേ NSS കരയോഗങ്ങളും കുറേ മഹല്ലുകൾ തന്നെ 6 തരമുണ്ട്, 5-6 പള്ളിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വിഭജിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് കേരളം ഭരിക്കപ്പെടുന്നതെന്നുള്ള ഒരു പ്രതിലോഭകരമായ ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ പക്ഷേ അത് നമ്മൾ അംഗീകരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ പ്രസ്ഥാനത്തിനൊക്കെ വലിയ ഒരു എന്താ പറയുക ഡിഫെൻസീവായി പോകുന്നുള്ളൊരു സംഭവം കൊണ്ടാണ്. പിന്നെ അതിനെപ്പറ്റി എങ്കിൽ പോലും ഞാനീ പറഞ്ഞ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഈ ടോപ്പിക്കിൻ്റെ പശ്ചാത്തലം അതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ പുതിയ തലമുറ ആരുമില്ല ഇവിടെ. ഒറ്റ മരുന്നിന് പോലും ഒരു ന്യൂജന പ്രതിനിധി ഇവിടെ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, പ്രധാന കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം ഇവിടെ ഇന്ന് നമ്മൾ ഗീർവാണം പറയാൻ പോകണം എല്ലാവരെക്കാളും കൂടുതൽ വിവരം അവർക്കുണ്ടെന്ന് അവർക്കറിയാം. ഇറ്റ്സ് എ ഫാക്ട്. അതുകൊണ്ടാണ് ഇവർ ഈ വൈകുന്നേരം വിലപ്പെട്ട സമയമൊന്നും ഇവിടെ വന്നിരിക്കാൻ നമ്മളെക്കാളും, ഞാൻ ഒരു ജോക്കായിട്ട് പറഞ്ഞതല്ല, സീരിയസ്ലി അവർക്ക് എല്ലാ കാര്യങ്ങൾ കൊണ്ടും അറിയാം. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അവർ വരാത്തത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം ഇതിന് കണക്കുകൾ തന്നെയുണ്ട്. അതായത് 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ആ 2024 തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ നമുക്ക് പറയാവുന്ന ഇതിനോട് ബന്ധപ്പെട്ട്. 2024 ഇപ്പം മോദി 3ാമത്തെ തവണ വന്ന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യയിലെ 18 വയസ്സ് തികഞ്ഞവരിൽ 38% പേര് മാത്രമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത്. അത് പബ്ലിഷ് ചെയ്യപ്പെട്ട കണക്കാണ് 2024. അത് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കണക്കാണ്. അത് നിങ്ങൾ ഓർത്താൽ ഞെട്ടേണ്ട ഒരു കണക്കാണ്. 2024 അന്ന് 18 വയസ്സ് തികഞ്ഞ ആൾക്കാരിൽ അന്നത്തെ 38% പേര് മാത്രമാണ് നമ്മുടെ വോട്ടേഴ്സ്. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഫിഗറാണ്. ഇന്ത്യയിലെ മൊത്തത്തിൽ, കേരളത്തിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും. 38% പേര് മാത്രമാണ് ഇന്ത്യയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത്. അപ്പോൾ തന്നെ ട്രെൻഡ് വളരെ സിമ്പിളായിട്ട് കണക്കാണല്ലോ നിങ്ങൾക്ക് ആവശ്യം. കണക്കിങ്ങനെ മുഖത്ത് വന്ന് മുട്ടണം. 2026 തന്നെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കിടൽക്കിഴവന്മാരും അമ്മാവൻ സെൻട്രോങ്കാരും ഒക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് കേരളത്തിലും സംസ്ഥാനത്തും ജയിക്കാൻ പോകണമെന്ന് അർത്ഥം. അതായത് നമ്മുടെ ഈ 38% പേര് മാത്രമേ വോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മളെയൊക്കെ ഈ എന്താ പറയുക, അമ്മാവൻ സെൻട്രോങ്കാരും പിന്നെ വേറെ എന്തൊരു തന്തവൈപ്പന്മാരുടെയും പ്രതിനിധികളാണ് ജനിക്കാൻ പോണത്. അപ്പം നമ്മൾ ഇത് 70 വയസ്സായ 75 വയസ്സായ ആൾക്കാരൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രിയും. ഇതിപ്പോൾ ഞാനും പേഴ്സണലായിട്ട് ഉദ്ദേശിച്ചല്ല, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആവാൻ പോണത് നമ്മളുടെ ഈ പ്രായം ചെന്ന ആൾക്കാരുടെ ആയിരിക്കും. ഞാനൊക്കെ ആയിരിക്കും വില ചെറുപ്പം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 58 വയസ്സായി. അപ്പോൾ നമ്മളെക്കാളും അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ ഇതിൻ്റെ വേറൊരു 2024 തന്നെ കേരളത്തിലെ വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ എൻ്റെ മനോരമയിലെ കോളത്തിൽ, ടാറ്റു ടൈംസ് എന്ന് പറയുന്ന കോളത്തിൽ എഴുതിയിരുന്നു. നേതാക്കന്മാരില്ലാതാകുന്ന തെക്കൻ കേരളം എന്ന് പറഞ്ഞിട്ട്. അതിൽ തെക്കൻ കേരളത്തിലൊരു സംഭവമുണ്ട്. ഒരു അടുത്ത കാലത്ത് വന്നൊരു വലിയ ഫൈൻഡിങ് ആണ്. തെക്കൻ കേരളത്തിലെ 6 ജില്ലകളിൽ നെഗറ്റീവ് പോപ്പുലേഷൻ റേറ്റ് ആണ്. അത് ഭയങ്കര ഷോക്കിംഗ് ന്യൂസാണ്. ഇന്ത്യയിൽ ഓൾ ഇന്ത്യ നോക്കിക്കഴിയുമ്പോൾ എത്രയോ ജില്ലകളുണ്ട്. എത്രയോ ജില്ലകളിൽ 49 മറ്റോ ജില്ലകളിൽ, എക്സാക്ട് ഫിഗർ ഞാൻ മറന്നുപോയി, 49 ജില്ലകളിൽ മാത്രം നെഗറ്റീവ് ക്രോസ് റേറ്റ് ആണ്. അതായത് ഒരു പെണ്ണിന് 2.1 കുഞ്ഞുങ്ങൾ വേണം. അപ്പോഴാണ് പോപ്പുലേഷൻ എന്താ പറയുക, ചത്തവർ ഇപ്പുറത്ത് ചത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് ജനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പോപ്പുലേഷൻ മേക്കപ്പ് ചെയ്യുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള അതിന് ഒരു 2.1 ആണ് ആ റേഷ്യോയ്ക്ക് പറയുന്നത്. ഒരു പെണ്ണ് ചത്തു പോകുമ്പോഴേക്കും 2.1 കുട്ടികളെ ആവറേജ് ആണ് പറയുന്നത്. അപ്പോൾ അത് 2.1 പേടിക്കണ്ട, 2.1 കുട്ടികളെ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകണം. അപ്പോഴാണ് നമ്മുടെ ജനസംഖ്യ ഇങ്ങനെ മരണത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പാകത്തിന് ഇപ്പുറത്ത് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വയ്ക്കാൻ പറ്റും.
ഈ ഇന്ത്യയിലെ എത്രയോ ഒരു 40-50 ജില്ലകളിൽ ഇത് കുറഞ്ഞു. അതൊരു വലിയ നമ്മുടെ ഇന്ത്യയിലത്തെ ഇത് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ കൺട്രിയാണ്, കാമമൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര അഗ്രികൾച്ചർ റെവല്യൂഷൻ കൊണ്ട് ഗോതമ്പൊക്കെ എക്സസ്സാണ് തിന്നാൻ, പാലൊക്കെ ഭയങ്കര എക്സസ്സായി. ചിക്കൻ ആണെങ്കിൽ ഏകപക്ഷീയമായിട്ട് നമ്മുടെ ദേശീയ പക്ഷിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ അൽഫാം, ആമസോൺ എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, പിള്ളേരൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര തീറ്റയും ട്രോപ്പിക്കലൊക്കെ ആകുമ്പോൾ ജനസംഖ്യ കൂടുകയാണ് വേണ്ടത്. പക്ഷേ കേരളത്തിലെ 6 ജില്ലകളിൽ, സൗത്ത് ജില്ലയാണ് ഇവിടെ, അധികം തൃശ്ശൂർക്കാരായിരിക്കുമല്ലോ, തൃശ്ശൂർക്കാർക്ക് പേടിക്കണ്ട. കേരളത്തിലെ 6 ജില്ലകളിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ ഇടിവാണ്, എല്ലാ ജില്ലകളിലും. അപ്പോൾ ഈ 2024 തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ 3 പേരും വരത്തന്മാരായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ, പിന്നെ നമ്മുടെ പാലക്കാട്ടുകാരൻ ശശി തരൂർ, പിന്നെ കണ്ണൂക്കാരൻ ആരായിരുന്നു, പന്ന്യൻ രവീന്ദ്രൻ, പന്ന്യൻ സഹകാരൻ. അപ്പം ഒന്ന് ആലോചിച്ചോണം, നമ്മുടെ തലസ്ഥാന നഗരിയിൽ 3 മുന്നണികൾക്കും ആളെ ഇറക്കേണ്ടി വന്നു ഇലക്ഷൻ നിർത്താനായിട്ട്. അപ്പം നമ്മൾ മലയാളികൾ ഒരിക്കലും കുടിയേറ്റത്തിനെ എതിർക്കാൻ പാടില്ല. കാരണം നമ്മൾ പണ്ട് പോയിട്ട് സിംഗപ്പൂരൊക്കെ കുടിയേറിയിട്ട് അവിടുത്തെ പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട്, ദേവൻ നായർ എന്നുള്ള ആൾ തലശ്ശേരിയിൽ നിന്ന് കുടിയേറിയിട്ട് സിംഗപ്പൂർ. അപ്പം നമ്മൾ ആര് കുടിയേറ്റത്തെ എതിർത്താലും മലയാളികൾ കുടിയേറ്റത്തെ എതിർക്കാൻ പാടില്ല. ഞാൻ 12 വർഷം ദുബായിൽ ജീവിച്ചാണ്. അപ്പം നമ്മൾ എതിർക്കാൻ പാടില്ല. ഇല്ല, അവിടെ നിന്ന് തൃക്കണാമലയിലും ജാപ്പാണത്തും റങ്കൂണിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ നാട്ടിൻപുറത്തൊക്കെ റങ്കൂൺ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല പല പേരിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്, മരിച്ചിട്ട് പോലും ഇല്ല അവർ. അപ്പോൾ പക്ഷെ തിരുവനന്തപുരം നമ്മൾ ഇതിൻ്റെ ഫിഗർ വന്നത് 2024 ഇലക്ഷൻ വന്നപ്പോൾ അതിനുശേഷമാണ് ഈ ഫിഗർ വന്നത്. അതായത് ഈ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ അവിടെ ഈ തെക്കൻ കേരളത്തിൽ ഇപ്പം നോക്കിയാൽ നിങ്ങൾ മനസ്സിലൊന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു പാർട്ടിക്കും പണ്ടത്തേക്ക് മികവുള്ളൊരു നേതാക്കന്മാരില്ല. പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ മരിച്ചുപോയി അന്നത്തെ. ഇപ്പോൾ KM മാണി മരിച്ചു, VS അടുത്തിര മരിച്ചു, ഉമ്മൻചാണ്ടി മരിച്ചു, പിന്നെ വയലാർ രവി മേക്കാനെ പോലുള്ളവരൊക്കെ നിഷ്ക്രിയരായി, ബാലകൃഷ്ണപിള്ള മരിച്ചു. വലിയ വലിയ നേതാക്കന്മാരൊക്കെ മരിക്കുകയോ അവർ പ്രായം ചെന്നിട്ട് നിഷ്ക്രിയരാകുകയും അവർക്ക് ആക്റ്റീവ് അല്ലാണ്ടാവാൻ പറ്റും. ഒരു പാർട്ടിയിലും ഒരു സമുദായത്തിൽ ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇടവകാത്ത ടഹമാലിൻ്റെ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ സമുദായത്തിലും ആൾക്കാരിലുണ്ടായി തുടങ്ങി. അതിന് പല കാരണങ്ങളുണ്ട് ഇങ്ങനെ ഈ ഇല്ലാതായിപ്പോൾ തന്നെ. അപ്പം അതാണ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കോട് ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ അതങ്ങനെ ഒരുമിച്ച് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ ഒരു കാരണങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ച് ഞാനിങ്ങനെ ചാർട്ട് ഡൗൺ ചെയ്യാൻ വിചാരിച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട 2 കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അത് സമയക്കുറവുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. ഒന്ന്, ആഗോള തലത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ വലതുപക്ഷവൽക്കരണം ഉണ്ടായിരുന്നു. ഈ ലോകത്തെമ്പാടുമുള്ളൊരു വലതുപക്ഷവൽക്കരണമാണ് ശരിക്ക് ഈ ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിൽ നിന്ന് സജീവ രാഷ്ട്രീയത്തിൽ, ഞാൻ പറഞ്ഞ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ കോമണാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മക്കളോ മരുമക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും, ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ചോദിച്ചാൽ പറ്റും, അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ല. ഏറ്റവും ഒരേ ഒരു 5 വർഷം കൂടുമ്പോഴുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്. വേറെ ഒന്നും അവരോട് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ വോട്ട് ചെയ്യാൻ പോലും അവർക്ക് താല്പര്യമില്ല. വേറെ എന്തിനും സമയം കളയാൻ താല്പര്യമുണ്ട്. വോട്ട് ചെയ്യാൻ. അപ്പം ഞാനത് എൻ്റെ ഈ ഇതിനെപ്പറ്റി എഴുതിയപ്പോൾ തന്നെ നമ്മുടെ ചിഹ്നം ഇയർഫോൺ എന്നാണ് എൻ്റെ ഈ ടാറ്റു ടൈംസിൻ്റെ ലേഖനമായിരുന്നു. അവരൊരു ഇയർഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ അവർ അടച്ചിടുകയാണ്. അപ്പോൾ അവരുടെ ചിഹ്നം ഇയർഫോണാണ് പുതിയ തലമുറയുടെ. ഇയർഫോൺ എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്ത് നടക്കണം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ അമ്മ അപ്പച്ചനോ എന്തെങ്കിലും വെള്ളം ചോദിച്ചാൽ അവിടെ ചത്തു വീണാലും ഇത് ഇയർഫോൺ വെച്ചിട്ടുള്ള കാരണം ഇത് അറിയാൻ പറ്റില്ല. അതൊരു ഭയങ്കര. പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് എന്ന് സംസാരിക്കുമ്പോൾ ഇവർ പൊളിറ്റിക്കലാണ് ഭയങ്കരമായിട്ട് ഈ പുതിയ പിള്ളേർ. പക്ഷേ നിങ്ങളുടെ ഈ കക്ഷി രാഷ്ട്രീയത്തിൽ, ഇലക്ഷൻ രാഷ്ട്രീയത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് കുറേ സംഭവങ്ങൾ ഞാൻ ചാർട്ട് ഡൗൺ ചെയ്യാൻ നേരത്ത് വലതുപക്ഷവൽക്കരണം ലോകത്തെമ്പാടുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലായാലും. അതായത് ഇപ്പം അതിന് അമേരിക്കയിൽ പറയുന്ന പേര് ബ്രോഡിഗാർക്കി എന്നാണ്. ചേട്ടന്മാരുടെ ഭരണം എന്ന് വേണമെങ്കിൽ പറയും. ബ്രോസ് നമ്മളിപ്പോൾ എന്നെയൊക്കെ മോള് ബ്രോ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ വൈഫിനെയും മോള് ബ്രോ എന്നാണ് വിളിക്കുന്നത്. ബ്രോ എന്താ ബ്രോ? നിങ്ങളുടെയൊക്കെ എല്ലാവരും അങ്ങനെ ആയിരിക്കും വിചാരിക്കണം, ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വേറൊരു സംഭവമാണ് ഈ ബ്രോഡിഗാർക്കി എന്ന് പറഞ്ഞാൽ. അമേരിക്കയിലെ ഒരു 5-6 അണ്ണന്മാരാണ് ഭരിക്കുന്നത് ഇപ്പോൾ എന്നാണ് പറയപ്പെടുന്നത്. അതിനാണ് ഈ ബ്രോഡിഗാർക്കി എന്ന് പറഞ്ഞാൽ. ഒരു ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ കയ്യിൽ അധികാരം വന്ന് എടുക്കുക. ബ്രോ എന്ന് പറഞ്ഞാൽ ഈ ബ്രോസ് നിങ്ങൾ ഈ പറഞ്ഞ ബ്രോഡിഗാർക്കി ഇങ്ങനെ ഒരു ഒരുമിച്ചുണ്ടായിരിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ വെബിനിവേശം എന്നൊക്കെ ഉണ്ടാക്കിയ പോലെ ബ്രോഡിഗാർക്കി എന്നൊരു വാക്ക്. ഇപ്പോൾ ഈ അമേരിക്കയിലെ ഈ നമ്മുടെ ഈ നിങ്ങൾ വെറുതെ ലീഡിങ് ബ്രോഡിഗാർക്സ് അടിച്ചു കഴിഞ്ഞാൽ അവർ ലിസ്റ്റൊക്കെ വരും. ബിൽ ഗേറ്റ്സ് ആണ് നമ്പർ 1 ബ്രോഡിഗാർക്ക്, ജെഫ് ബെസോസ് ആമസോണിൻ്റെ, പിന്നെ നമ്മുടെ സക്കർബർഗ് പഞ്ചസാര മല എന്നർത്ഥം. ഈ സക്കർ എന്ന് പറഞ്ഞാൽ ശർക്കര, ജർമ്മൻ ഭാഷയിലും
പഞ്ചസാര എന്ന് തന്നെ അർത്ഥം. ശർക്കര, നമ്മുടെ ശർക്കര തന്നെയാണ് സക്കർബർഗ്. ഈ ഫേസ്ബുക്കിലെ ആൾക്കാർ പഞ്ചാര അടിക്കുന്ന ഉപയോഗിക്കുന്നതിന് വെറുതെ അല്ല, എൻ്റെ ഈ ഒറിജിൻ തന്നെ ഈ സക്കർബർഗാണ്. അതുപോലെ ലാറി പേജ്, ഗൂഗിളിൻ്റെ ഫൗണ്ടർ, പിന്നെ ഒറക്കിളിൻ്റെ ലാറി എല്ലിസൺ, ഇവരാണിപ്പോൾ അവിടെ ഭരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അപ്പോൾ ഇന്ത്യയിലിപ്പോൾ നമ്മളിപ്പോൾ ഞാനിത് പഠിച്ച് എന്നെ ഇത് പറഞ്ഞു തന്ന ആളോട് ഞാൻ ചോദിച്ചു, നമ്മളിവിടെ അദാനിയും അംബാനിയൊക്കെയാണോ ഇന്ത്യയിലത്തെ ബ്രോഡിഗാർക്സ് എന്ന് ഞാൻ ചോദിച്ചു. അല്ല, അവരുടെ ഇപ്പോൾ നമ്മൾ ലോകത്തിപ്പോൾ അവർ ഈ ലോകം ഇപ്പോൾ കേച്ചേരിയും വേലൂരും എറണാകുളം തൃശ്ശൂരൊക്കെ എന്നത്തെക്കാളും ലോകത്തിൻ്റെ അടിപ്പെട്ടു പോയത് ഇപ്പോഴാണല്ലോ നമ്മൾ ഈ ജീവിതത്തിൽ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരൊന്നും ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഈ അംബാനി അഡാനി ഈ മോദിയുടെ ആൾക്കാരൊന്നും ഒന്നുമല്ല. നമ്മളെയും ഇവർ ഈ ഭരിക്കുന്നത് ഈ അമേരിക്കയിലെ ബ്രോഡിഗാർക്സാണ് വലിയൊരളവ് വരെ. അപ്പോൾ അവർ നിശ്ചയിക്കും എപ്പോൾ യുദ്ധം വരണം, എപ്പോൾ തെരഞ്ഞെടുപ്പ് വരണം, ഇന്ത്യയിൽ ആര് ജയിക്കണം, കേൾക്കാത്ത ഏതോ കൊച്ചു രാജ്യത്തിൽ അവിടെ ആരെന്ന് ജയിക്കണം, കോട്ടിമലയിൽ ആര് പ്രധാനമന്ത്രിയാണ്, ആര് ഡിഫൻസ് മിനിസ്റ്ററാണ്, എല്ലാം ഇവർ നിശ്ചയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് വളരെ നമ്മളെക്കാളും ക്ലിയറായിട്ടും എളുപ്പത്തിലും നേരത്തെയും മനസ്സിലാവും. ഈ ഇരിക്കുന്ന രാഷ്ട്രീയ അണ്ണന്മാരൊന്നുമല്ല ഭരിക്കാൻ പോകുന്നത്. ഇത് ഭരിക്കുന്നത് വേറെ വളരെ പണ്ടത്തെ പാട്രിയാർക്കൽ ഭാഷയെ പറഞ്ഞാൽ ഭരിക്കുന്നത് വേറെ ആൺകുട്ടികളാണെന്ന് അതങ്ങനെ പറയാൻ പാടില്ലാത്താണെങ്കിലും. അപ്പോൾ അതാണ് അടുത്ത പോയിന്റിലേക്ക് വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് CPIM കുറച്ച് ഒരു പ്രശ്നമുള്ളൊരു പോയിന്റാണ്. അതായത് ഈ നമ്മുടെ ഈ പുതിയ തലമുറ വിമുഖമാകുന്നൊരു പ്രധാന കാരണം വെച്ചാൽ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഭരണത്തിലും രാഷ്ട്രീയത്തിലും. ഇന്ത്യ ഇപ്പോൾ അതായത് വളരെ വിചിത്രമായി പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തേക്കും ഈ ജനാധിപത്യം കയറ്റി അയക്കാൻ ഇരിക്കുന്ന രാജ്യമാണ് ഈ USA. ഇറാഖിലേക്ക് കയറ്റി അയക്കുന്നു, അഫ്ഗാനിസ്ഥാനിലേക്ക് ഇവർ ജനാധിപത്യം കയറ്റി അയക്കുന്നു. പക്ഷേ നമ്മളും വലിയ അമേരിക്ക പോലെ വലിയ അഡ്വാൻസ്ഡ് ആണെന്ന് വെച്ചാൽ കേരളം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ലോകത്ത് പല രാജ്യങ്ങളും ഇന്ത്യയിലെ പിന്നോക്ക സംസ്ഥാനങ്ങളെല്ലായിടത്തും ഈ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പെണ്ണുങ്ങളായിട്ടുണ്ട്. പക്ഷെ കേരളത്തിലും അമേരിക്കയിലും മാത്രം നമ്മൾ ഭയങ്കര ബായ് ആണ് ആ കാര്യത്തിൽ. കേരളത്തിലും അമേരിക്കയിലും മാത്രം ഇതുവരെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പെണ്ണുങ്ങളായിട്ടില്ല. അത് ഭയങ്കര ഇപ്പം ഈ കമലാ ഹാരിസ് തോക്കാൻ തന്നെ കാരണം പെണ്ണായി എന്നാണ് പറയുന്നത്. കമലാ ഹാരിസ് തോറ്റതിൻ്റെ മേജർ കാരണം അവർ പെണ്ണായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ലോകത്തിനെ ചുമക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ 2019 CPM ആരിഫ് ജയിച്ചു. ഒരു CPM ഒരു ആളെ ജയിച്ചിട്ടുണ്ടല്ലോ, ആരിഫ്. അവിടെ അദ്ദേഹം തോപ്പിച്ചത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. അവർ തട്ടോട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോയേനെ, അല്ലെങ്കിൽ ഒരു ആണായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെയും ജയിച്ചു പോനെ, പറയാൻ പറ്റില്ല. എന്തായാലും ഇത്തവണയും 2024 കോയിൻസിഡൻസ് ആണ്, യാദൃച്ഛികമാണ്. 2024 സഖാവ് രാധാകൃഷ്ണൻ തോപ്പിച്ചതും ഒരു വനിതയാണ്. അപ്പോൾ ഈ വനിതാ വിരോധത്തിന് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെക്കാളും മുമ്പിലായിട്ട് നിൽക്കുന്നത് UDF ആണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഒരു വനിത നിർത്തിയാൽ ചിലപ്പോൾ അവർ വോട്ട് ചെയ്യില്ല, അപ്പോൾ തോപ്പിച്ചോളയും. അപ്പോൾ പിന്നെ നാച്ചുറലി ഇവരും തോപ്പിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രഷറിലാണ് കേരളത്തിലെ ഇടതുപക്ഷം എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിലെ വലതുപക്ഷം അതിഭീകരമായ വിധത്തിൽ സ്ത്രീ വിരോധമാണ്. അപ്പോൾ കുറച്ചെങ്കിലും സ്ത്രീ വിരോധം കാണിക്കാതെ ഇടതുപക്ഷം നിൽക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഫോഴ്സസ് എന്നല്ല ഇതിന് പറയണേ, ഇത് മാർക്കറ്റാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ചന്തയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടെ ആയിരിക്കും. അപ്പോൾ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ടെൻഷൻ. അതായത് 94 ഏക്കറാണ് ശബരിമല. കേരളം എന്ന് പറഞ്ഞാൽ 96 ലക്ഷം ഏക്കറാണ്. 94 ഏക്കറിൽ ഒരു പെണ്ണിനെ കയറ്റാൻ പറ്റുമെന്നാണ് ആലോചിക്കണം. 96 ലക്ഷത്തിൽ ഒരു പെണ്ണിനെ കയറ്റുന്ന കാര്യം പറയുന്നില്ല, അതിനുള്ള ഗട്സില്ല. അപ്പോൾ നമ്മൾ നന്ദിനി സത്പതി, ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായ ഒരു സംസ്ഥാനമാണ് ഈ ഒറീസ എന്ന് പറയുന്നത്. ഇവർ വലിയ കഥാകൃത്തൊക്കെ ആയിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറുപ്പത്തിൽ ഇല്ലസ്ട്രേറ്റഡ് വീക്കിൽ ഇവരുടെ കഥ വായിച്ചു, ഗംഭീരം കഥകളായിരുന്നു. എനിക്ക് തോന്നുന്നു MT എനിക്ക് വലിയ പ്രിയപ്പെട്ടായിട്ട് തോന്നി. നന്ദിനി സത്പതി അവരൊക്കെ ഇന്ദിരാഗാന്ധിയുടെ വലം കൈയായിരുന്നു. എന്നിട്ട് പിന്നെ ജഗജീവൻ റാമിൻ്റെയും ബഹുണയുടെ ഒപ്പം പുറത്തു പോയിട്ട് CFD ഉണ്ടാക്കി അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവരവിടെ അതുപോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വനിതാ മുഖ്യമന്ത്രി വരുമെന്ന്. അപ്പോൾ വനിതയെ എന്തോ പൊസിഷൻ കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഞാനത് മൈക്കിൽ കൂടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് കേരള നവോത്ഥാനം, നമ്മൾ ഈ പറയുന്ന സോക്കാൾഡ് വലിയ നവോത്ഥാനം എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ പുറത്ത് നിർത്തി, അല്ലെങ്കിൽ അകത്തെവിടെയോ നിർത്തി. ഒന്നുമില്ല, ഈ പെണ്ണുങ്ങളെ പുറത്ത് നിർത്തി കേരള നവോത്ഥാനം. അത് വെച്ചാൽ പ്രധാനമായിട്ടും പാട്രിയാർക്കലായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയാണ് കേരള നവോത്ഥാനത്തിൻ്റെ കൊടി പിടിച്ചത്. അപ്പോൾ ഇവർ ശത്രുക്കളാണെങ്കിലും കമ്മ്യൂണിസവും ക്രിസ്ത്യാനിറ്റിയും കണ്ടാൽ അപ്പം കുരച്ച് ചാടുമെങ്കിലും ഈ കമ്മ്യൂണിസം വന്നത് തന്നെ ഈ ക്രിസ്ത്യാനിറ്റി ഈ
ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ. അപ്പോൾ എന്തൊക്കെ അടിച്ചു പിടിച്ച് കടിച്ച് കുരച്ചാലും ഒരു പാരസ്പര്യമുണ്ട്, ഒരു അന്തർധാര സജീവമാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഒരു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു എന്താ പറയുക, ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയാണ് ഇവിടെ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞത് സന്യാസം കൊണ്ടുവന്നാണ്. ശ്രീനാരായണ ഗുരു സന്യാസമൊക്കെ ഒരു ചെറിയ കാശല്ല. ഇവിടെ തന്തയെ കൊണ്ടുവന്നത് ഈ മിഷണറിമാരാണ്. തന്ത ഉണ്ടായിരുന്നില്ല ഇവിടെ. കക്കൂസ് എന്ന് പറഞ്ഞ വാക്ക് ഡച്ചിൽ നിന്ന് വന്നാൽ കക്കൂസ് ഉണ്ടായിരുന്നില്ല ഇവിടെ. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഈ കണ്ടാണിശ്ശേരിയിലൊക്കെ ഞങ്ങൾ സന്ധ്യ ആകുമ്പോൾ എറണാകുളം ഭാഷ പറഞ്ഞാൽ ഇരുട്ടുവാക്കിന് വെള്ളമൊക്കെ ആയിട്ട് ടോയ്ലറ്റിൽ പോയിരുന്നു. അപ്പോൾ ഈ കക്കൂസ് പോലും വന്നത് ഈ മിഷണറിമാർ വന്നതിന് ശേഷം. അതുപോലെ ഇംഗ്ലീഷ് വന്നിട്ടാണ്. അപ്പോൾ അവരുടെ എല്ലാം ജനാധിപത്യം വന്നതും. അപ്പം ഞാൻ അതിൽ ഏറ്റവും വലിയ ജോക്കായിട്ട് എനിക്ക് തോന്നാറുള്ളത് 226 നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയെ ബ്രിട്ടീഷുകാർ 2ആയി വിഭജിച്ചു എന്ന് ഞാൻ ജീവിതത്തിൽ കേട്ടുള്ള ഏറ്റവും വലിയ ജോക്കാണത്. 226 നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയെ ബ്രിട്ടീഷുകാർ 2ആയി വിഭജിച്ചു എന്ന്. ബ്രിട്ടീഷുകാർ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞതൊന്നുമല്ല, സന്യാസമൊന്നുമല്ല, ഈ പറഞ്ഞ തന്തയെ കുടുംബം കൊണ്ടുവന്നു. കേരളത്തിൽ കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻസെസ്റ്റൊക്കെ വളരെ കോമൺ ആയിരുന്നു. അതുകൊണ്ട് ഇൻസെസ്റ്റിന് മലയാളം വാക്കില്ല. ഭയങ്കര കോമൺ ആയിരുന്നതുകൊണ്ട് അതിനും മലയാളം വാക്കില്ല. സിംഗിൾ പാരന്റിന് മലയാളം വാക്കില്ല. കാരണം ഇവിടെ മുഴുവൻ സിംഗിൾ പാരന്റ്സ് ആയിരുന്നു. എല്ലാവരും മേജർ സിംഗിൾ പാരന്റ്സ് ആയിരിക്കുമ്പോൾ അതിന് വാക്ക് ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഭയങ്കര ഒരു പാട്രിയാർക്കൽ സ്വഭാവമുണ്ട്. ഇടതുപക്ഷം അത് സംശീകരിച്ചതാണ്. കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോയ മേജർ 2 ഫോഴ്സസ് ക്രിസ്ത്യാനിറ്റിയും, ഞാൻ പറഞ്ഞ കേരളത്തിൽ കാലുകുത്തിയിട്ടില്ലാത്ത 2 ജൂതന്മാരാണ് കേരളത്തിനെ മാറ്റിമറിച്ചത്, യേശുക്രിസ്തുവും കാർൽ മാർക്സും. ഇവർ രണ്ടുപേരും പക്ഷേ ഈ പാട്രിയാർക്കലായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഈ കേരളത്തിൻ്റെ മൂന്നാമത്തെ ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഗൾഫ് മലയാളിയാണ്. ഗൾഫ് മലയാളി എന്ന് പറഞ്ഞാൽ അറിയാം, അവിടെ ഞങ്ങളൊക്കെ ജീവിച്ചത് ഭൂരിപക്ഷം പേരും ഇൻ ദ ആബ്സെൻസ് ഓഫ് ദെയർ, ലീല ഗുലാത്തിയുടെ പുസ്തകമുണ്ട്. പെണ്ണുങ്ങൾ കുടുംബക്കാരും അടുത്തില്ല. അതുകൊണ്ട് സാഹിത്യം തന്നെ, ഗൾഫ് സാഹിത്യം എന്താ ഉണ്ടാവുന്നത്, രാജനൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഗൾഫ് സാഹിത്യം ഉണ്ടാകുന്ന വെച്ചാൽ ഗൾഫ് സാഹിത്യത്തിന് ഉണ്ടാവണമെങ്കിൽ അവിടെ അതിനുള്ള സന്ദർഭങ്ങൾ സ്ത്രീകളില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഒരു ജീവിത നാടക സന്ദർഭങ്ങൾ തരണമെങ്കിൽ ആണും പെണ്ണും വേണമല്ലോ. അതുകൊണ്ടാണ് ഈ ആടുജീവിതം പോലെയുള്ള കൃതികളൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ അമ്മയുടെ ഈ നമ്മൾ ഗർഭപാത്രം ബയോപ്സിക്ക് കൊണ്ടുപോകുന്ന പറുദീസ നഷ്ടം എന്ന് പറഞ്ഞാൽ അതൊന്നും ഗൾഫിൽ സംഭവിക്കില്ല. കാരണം നമ്മുടെ അമ്മയുടെ ബയോപ്സി നമ്മൾ ഒരിക്കലും ഗൾഫിൽ നടത്തില്ല. അമ്മയൊക്കെ ഇവിടെയാണ്. ഈ കണ്ട ആണുങ്ങൾ മുഴുവനും ലേബറേഴ്സായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു ഗൾഫ് വിഡോസ് എന്ന് തന്നെ പറയാം. ഗോൾഫ് വിഡോസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട്. 24 hours ഗോൾഫ് കളിക്കുന്നതുകൊണ്ട് ഭാര്യമാരെ ആരും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് വന്നിട്ടുള്ള പ്രയോഗമാണ് ഗോൾഫ് വിഡോസ്. അതൊക്കെ എത്ര ചെല്ലിപ്പി ശ്രീനാരായണ ഗുരു സന്യാസം പറഞ്ഞ പോലെയാണ് ഗോൾഫ് വിഡോസ്. കുറച്ചേ ഉണ്ടാവുള്ളൂ ഗോൾഫ് വിഡോസ്. ഗൾഫ് വിഡോസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ വിഡോസാണെന്ന് അറിയാമോ? കേരളത്തിൽ, ബംഗ്ലാദേശിൽ, ഫിലിപ്പീൻസിൽ, ഇറാഖിൽ ഒരുപാട് അവിടെ ഈ കുടുംബ വ്യവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഈ ഇസ്ലാമും ഇതുപോലെ ഭയങ്കര പാട്രിയാർക്കലായിട്ട് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ സത്തയിൽ അതെന്തെല്ലാം സ്ത്രീപക്ഷമാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഇൻ പ്രാക്ടീസ്. അപ്പോൾ കേരളത്തിനെ മുന്നോട്ട് നയിച്ച, കേരളത്തിൻ്റെ ഈ മറ്റേ പ്രാകൃത തന്തയില്ലായ്മ, കുടുംബയില്ലായ്മ അവസ്ഥയിൽ നിന്ന്, കക്കൂസ ഇല്ലായ്മയിൽ നിന്ന് കേരളത്തിനെ മുന്നോട്ട് നയിച്ച ഈ 3 ഫോഴ്സസ്, നമ്മുടെ ഈ ഗൾഫ് മണിയും അതിൻ്റെ ഈ കമ്മ്യൂണിസവും ഇതിൻ്റെ ക്രിസ്ത്യാനിറ്റിയും, ഇത് 3ഉം കേരളത്തിൽ ഭയങ്കരമായിട്ട് പാട്രിയാർക്കി അതിൻ്റെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ പെണ്ണുങ്ങളുടെ പുതിയ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ 2 കണക്ക് മാത്രം പറയാം. ഒരെണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയതാണ്. കണ്ണുനീർത്തുള്ളിയെ പുരുഷനോട് വമിക്കാത്ത കാവ്യഭാവനെ അത് വൺ സൈഡഡാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പാരഡി കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയാണല്ലോ ഉപമിച്ചത്. സ്ത്രീകൾക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമില്ല. അന്ന് തന്നെ ഇഷ്ടമല്ല. ഞങ്ങൾക്കാണെങ്കിൽ കാണിക്കുകയാണെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണെന്നാവുന്നത്. എവിടെയെങ്കിലും ഭൂരിപക്ഷം ആണുങ്ങൾക്കും തന്നെ കരയുന്നവരായിരിക്കും, അവരൊക്കെ അക്സെപ്റ്റബിൾ ആയിരിക്കും പുരുഷനോട് ഉപമിക്കുക. അപ്പോൾ ഈ കണ്ണുനീർത്തുള്ളിയെ അതായത് ഈ ആണുങ്ങളുടെ ദൗർബല്യം പറയാനായിട്ട് കേരളത്തിൽ വിശേഷമുള്ള 2 കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ഒന്ന്, കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ആണുങ്ങളുടെ എണ്ണം 80% കമ്പയർഡ് ടു വിമൻ. 80 ആണുങ്ങൾ സ്വയം മരിക്കുമ്പോഴാണ് 20 പെണ്ണുങ്ങൾ സ്വയം മരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫിഗർ അനുസരിച്ച് പെണ്ണ് കെട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലേഖനം എഴുതിയത് ഈ ടാറ്റു ടൈംസിൽ. പെണ്ണ് കെട്ടാനില്ല. അപ്പോൾ അതിൻ്റെ കണക്കെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓൺലൈൻ വിവാഹ മാരേജ് ബ്യൂറോകളിലൊക്കെ 66% ആണ് ആണുങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഉള്ളത്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഇത് 50% പെണ്ണുങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ് കേരളം എന്ന് ആലോചിച്ചോളാം. 1000 ആണുങ്ങൾക്ക് 1096 പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ പെണ്ണുങ്ങൾക്ക് കെട്ടാൻ താല്പര്യമില്ല. അതായത് അവർ ഭയങ്കര പവർഫുൾ ആയി എന്നർത്ഥം. ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊരു വർഗീയത ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ആത്മീയത എന്നൊക്കെ അവർ ഓമന പേരിട്ട് വിളിച്ചാലും അത് വർഗീയത തന്നെയായിരിക്കും. പക്ഷെ ഇത് അതിനേക്കാളും അപകടകരമാണ്. ജിന്ന വാസ് എ പോർക്ക് ഈറ്റിംഗ് മുസ്ലിം. ഹി വാസ് എൻ ഏത്തിസ്റ്റ്. ഈ
ഈ സദാം ഹുസൈൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പോർക്കിറച്ചിയൊക്കെ അയാളുടെ ബങ്കറിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. സവർക്കർ, എനിക്കറിയാവുന്ന ഒരുപാട് RSSകാർ കട്ടായ എത്തിസ്റ്റുകളുണ്ട്. നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെക്കാളും നല്ല ഓർഗാനിക് ആയിട്ടുള്ള അടിമുടി ഉറക്കത്തിൽ ഊണിലും ഏത്തിസ്റ്റുകളായിട്ടുള്ള RSSകാരെ എനിക്ക് പരിചയമുണ്ട്. ഒരു ബന്ധുവൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് മരിച്ചുപോയി. അപ്പോൾ ഇത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന വർഗീയത. അപ്പോൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു വർഗീയത ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ നോക്കിക്കഴിയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും കേരളത്തിൽ ഈ എന്താ പറയുക, വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയ്ക്ക് നനയെന്ന് പറഞ്ഞ പോലെ ചീരയുടെ കടയ്ക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ വാഴയ്ക്കും കുറച്ച് വേവ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസിന് കെട്ടിവെച്ച ആശുവായത് കുന്നംകുളത്താണ്. TK കൃഷ്ണനാണ് കോൺഗ്രസിൻ്റെ കെട്ടിവെച്ച കാശ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കളഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ കുന്നംകുളം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BJP ഒരു MP ഉണ്ടായിരിക്കുന്ന ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനൊരു അഡീഷണൽ ആയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ ഇല്ല ആലത്തൂരാണ്. ഓക്കെ. പിന്നെ അവരുടെ മീഡിയം, അതിപ്പോൾ ഈ ശാസ്ത്ര സാഹിത്യം ഈ ക്യാമ്പസിൽ തന്നെ വെച്ച് കുറച്ച് മുമ്പ് ഒരിക്കൽ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ പരിപാടിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് CPIMൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൈറ്റില്ല, നിങ്ങൾ CIAയുടെ സൈറ്റിൽ പോയി നോക്കണം. CIA ലോകത്തിലെ അറബിക്കടലിൽ ഉപ്പ് കലക്കിയത് CIA ആണെന്നാണല്ലോ നമ്മൾ കേരളത്തിലുള്ളവരെ പറഞ്ഞു പഠിപ്പിച്ചേക്കണേ. CIAയുടെ സൈറ്റുണ്ട്, CIA.gov. എന്തോ മറന്നു കഴിഞ്ഞാൽ അത് CIA.gov എന്ന് മാത്രമാണ് തോന്നുന്നത്. CIAയുടെ അതിഗംഭീര വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അപകടം പിടിച്ച രാജ്യത്തേക്കൊക്കെ പോകുമ്പോൾ CIAയുടെ സൈറ്റ് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ബുറുണ്ടിയിലേക്കൊക്കെ പോകാൻ നേരത്ത് ഈ CIAയുടെ സൈറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വേൾഡ് ഫാക്ട് ഷീറ്റ്സ് ഒക്കെ ഉണ്ട് അവരുടെ. CIAയുടെ സൈറ്റിൽ കുട്ടികളുടെ ഒരു സൈറ്റാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഗെയിമൊക്കെ കളിച്ച് CIAയെ പറ്റിയുള്ള പേടി മാറ്റാനുള്ള വിഭാഗങ്ങളുണ്ട്. നമ്മുടെ CPIMൻ്റെ ഒക്കെ സൈറ്റിൽ ടീനേജേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നുമില്ല. കേരളത്തിലെ ഇന്ത്യയിലത്തെ ഒരു കമ്പനികളുടെയും വെബ്സൈറ്റിൽ കുട്ടികളോട് സംസാരിക്കുന്ന, ടീനേജേഴ്സോട് സംസാരിക്കുന്ന അവരുടെ ഭാഷയിൽ ഉള്ള ഇംഗ്ലീഷ് വിഭാഗങ്ങളില്ല. നമ്മുടെ കുട്ടികളുടെ ഭാഷ, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ മലയാളം ഇംഗ്ലീഷ് അതല്ല, അല്ലാതെ തന്നെയുള്ള അവരുടെ ഭാഷ എല്ലാം കൊണ്ടും മാറിപ്പോയി. പക്ഷേ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഏഴായിരത്ത് പോലും എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ CIAയുടെ സൈറ്റ് പോയി നോക്കിയിട്ട് കുഞ്ഞു കുട്ടികളെ, അതായത് ഇന്ത്യയിലുള്ള 2-3 വയസ്സുള്ള കുട്ടികളെ പോലെ എൻഗേജ് ചെയ്യുന്ന കുറേ പേജുകളുണ്ട് CIAയുടെ സൈറ്റിൽ. CIAക്ക് ഇവിടെ എന്ത് കാര്യം, പക്ഷേ കുട്ടികൾ അറിയാതെ എങ്ങനെ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ അവരത് രസകരമായിട്ട് കളിച്ച് പഠിക്കും CIAയെ പറ്റി. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇതുപോലെ അന്ന് ഞാനിവിടെ പറഞ്ഞത്, ചെറുപ്പത്തിൽ ഒരു മതത്തിൻ്റെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരം സപ്പോർട്ട് വേണം. അപ്പോൾ ബാലസംഘമൊക്കെ വീക്കായി പോയി ഇന്നത്തെ കാലത്താണ് ഞാൻ വിചാരിക്കുന്നത്. ബാലസംഘത്തിനൊന്നും എന്താ വേനൽ തുമ്പികൾക്ക്, എൻ്റെ ഭാര്യയൊക്കെ ബാലസംഘത്തിലൊക്കെ ജനിച്ചുള്ള ആളാണ്. അപ്പോൾ എനിക്കതിൽ വലിയ അഭിമാനമുണ്ട്. അപ്പോൾ എൻ്റെ മോളുണ്ടായപ്പോൾ ഞാനൊരു ബീഫ് ഈറ്റിംഗ് ടെമ്പിൾ ഗോയിങ് ഹിന്ദുവാണ്. പക്ഷേ ഞാൻ എൻ്റെ മകളെ എൻ്റെ ഭാര്യയുടെ പരിപാടിയിലേക്ക് വിട്ടു. ഞാൻ അമ്പലത്തിലൊന്നും കൊണ്ടുപോയില്ല. പുള്ളിക്കാരിയെ മോളെ ഭാര്യയുടെ വഴിക്ക് ഒരു എത്തിസ്റ്റായിട്ട് വളർത്തി. പക്ഷേ ഞാൻ പറഞ്ഞു 18 വയസ്സാകുമ്പോൾ ഞാൻ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പറഞ്ഞു. 18 വയസ്സായിട്ട് ഞാൻ കുറച്ചൊക്കെ ബേസിക് പ്രേയേഴ്സൊക്കെ പഠിപ്പിച്ചു. ഞാൻ ദുർബലനായ മനുഷ്യർക്ക് ദൈവം ആവശ്യമാണ്. അപ്പോൾ ഈ ഇവിടെ സഹോദരനയ്യപ്പൻ്റെ കാര്യം ആരോ പറഞ്ഞല്ലോ. സഹോദരനയ്യപ്പൻ എന്താ പറയുന്നത്? സഹോദരനയ്യപ്പൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനാണ്. അപ്പോൾ K. സുരേന്ദ്രൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. K. സുരേന്ദ്രൻ സഹോദരനയ്യപ്പനെ കാണാൻ പോയപ്പോൾ നിങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് എന്താ ദൈവം ഇല്ലെന്നൊക്കെ എന്ന് പറഞ്ഞപ്പോൾ സഹോദരനയ്യപ്പൻ ദൈവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ദൈവം വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സഹോദരനയ്യപ്പനും അറിയാമായിരുന്നു ദൈവമുണ്ട്, പക്ഷെ വേണ്ടെന്ന്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഫുൾ ഭക്തിയാണ്. പക്ഷെ നമുക്കത് വായിച്ചറിയാൻ പറ്റും അങ്ങേർക്ക് ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള ഇവിടെ നിങ്ങൾ സഹകന്മാരെ ഉദ്ദേശിച്ചില്ല, എന്നെപ്പോലുള്ള ദുർബല ഹൃദയർക്ക് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ഇക്കണ്ട കീർത്തനങ്ങൾ മുഴുവൻ എഴുതി. കടം മേടിക്കുന്നവരെ കീർത്തനം വരെ ഉണ്ട്, ക്രണമോചന കീർത്തനമൊക്കെ ഉണ്ട് മുരുകനോട്. അപ്പോൾ ഞാനൊക്കെ കടത്തിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് നമ്മളിത് ഇടയ്ക്ക് ചൊല്ലും ഈ മുരുകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അർക്കബിംബം ഒരാറുദിച്ചു ഉയരുന്ന പോലെ വിളങ്ങിടും, ക്രണം മാറ്റിത്തരണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഏത്തിസ്റ്റാണ് ഈ ശ്രീനാരായണ ഗുരു. ഇവർ നമ്മുടെ സംഖ്യകളൊക്കെ വലിയ തോതിൽ കൊണ്ടാടാൻ ശ്രമിച്ച് നടക്കുന്ന, ഒരു ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രീനാരായണ ഗുരു. പിന്നെ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഇവരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റലിസത്തിൻ്റെ കടന്നുകയറ്റം പോലെ തന്നെ കുടുംബവാഴ്ച. അതിൽ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും ബ്ലെയിം ചെയ്യേണ്ടത് കോൺഗ്രസിനെയാണ്. എല്ലാ തരത്തിലും അവരിപ്പോൾ പണ്ട് നാഷണൽ ലെവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിൽ കുടുംബവാഴ്ച. ഇപ്പം കേരളത്തിൽ മുഴുവനും ചെറിയ ചെറിയ ഫീബ്ഡംസാണ്, ചെറിയ ചെറിയ മാടമ്പികളായി തീർന്നിരിക്കുകയാണ്. ഒന്നിനും കൊള്ളാത്ത മക്കൾ വന്നിട്ട് ഇവരെ പിന്തുടരുന്ന, ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. ഇന്നലെ അച്ഛൻ മരിക്കുമ്പോൾ ഇവർക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ല. മരിച്ച് പിറ്റേ ദിവസം തന്നെ ഇവരെ ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തുകയും ഭാര്യമാരെയും മക്കളെയൊക്കെ നിർത്തുന്ന ഒരു ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ ഈ കോൺഗ്രസിൽ ഇത്തരം കാലം കയ്യിലും കുത്തി നടക്കുന്നവരൊക്കെ ഡാഷായി.
അവർ ഈ യൂത്ത് കോൺഗ്രസും KSU എന്നൊക്കെ പറഞ്ഞ് നടക്കാനൊക്കെ അവനൊക്കെ ഒരു കാലത്തും അവനൊരു പോസ്റ്റ് കിട്ടില്ല. ഭയങ്കര ദയനീയമായ സംഭവമാണ്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഇന്ത്യയിൽ വളരെ റെസ്പെക്റ്റ് വന്നിട്ടുള്ളത് CPIM-നെയും BJP-യാണ്. CPIM-ന്റെ മക്കളൊക്കെ പ്രധാനമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാരണം എന്ന് വെച്ചാൽ അമ്മമാർ സമ്മതിക്കില്ല. കാരണം ഈ അച്ഛൻ ഈ കാലുവെന്ത് നടക്കുമല്ലേ, 24 മണിക്കൂറും ഒരു മെച്ചമില്ല ഇതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് CPIM-ൽ ഞാൻ ശ്രദ്ധിച്ചത്, CPIM-ലെ മക്കൾ മുഴുവനും ആരും സജീവ രാഷ്ട്രീയ വരാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ത്യാഗമുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മമാർക്ക് ഭയങ്കര വിരോധമായിരിക്കും. എടാ മോനെ, നീ എന്തിനു പോയാലും രാഷ്ട്രീയത്തിൽ പോലും സീക്രട്ടായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇത് ഇവർക്കൊന്നും അറിയില്ല, ഞാനത് പറഞ്ഞു കൊടുത്താൽ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടാവും. ഈ കോൺഗ്രസ്സിലെ ഈ ഒരു പ്രശ്നം ഇന്ത്യയിൽ ഒരു വലിയ സംഭവമാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ മുഴുവനും ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, എല്ലായിടത്തും മക്കൾ രാഷ്ട്രീയ എല്ലാ പാർട്ടികളും. എനിക്ക് പേരൊന്നും പറയാൻ അറിഞ്ഞുകൂടാ ചിലതൊന്നും. എന്നാൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ നമ്മളുടെ വലിയ സ്റ്റാലിൻ എന്ന പേര് തന്നെ നിങ്ങൾ ആലോചിച്ചോളാം. കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും കൊടും കമ്മ്യൂണിസ്റ്റായിരുന്ന ആളാണ് സ്റ്റാലിൻ. തമിഴ്നാട് മുഖ്യമന്ത്രി, നിങ്ങളുടെ പാർട്ടിയുടെ വലിയ ആളാണ്. സ്റ്റാലിൻ്റെ മകനല്ലേ ഇപ്പോൾ എനിക്ക് വരാനൊക്കെ റെഡിയായിട്ട്, എത്ര മക്കൾ വേണമെങ്കിൽ റെഡിയായിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ ദയനീയമാണ് കാഴ്ച. കേരളത്തിൽ മാത്രമാണ് CPIM-ഉം ഇന്ത്യയിലെ ഒട്ടാകെ നോക്കുമ്പോൾ ഒരു പരിധി വരെ BJP-യും. അപ്പോൾ അവരുടെ ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്തിന് കേരളത്തിൽ CPIM-ഉം ദേശീയ തലത്തിൽ BJP-യും വളരാനുണ്ടായിട്ടുള്ള ഒരു കാരണമായിട്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയണത് അവർ ഈ കുടുംബരാഷ്ട്രീയം നടത്തിക്കൊണ്ടു പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം കുടുംബരാഷ്ട്രീയത്തിലാണ് ഏറ്റവും വലിയ അഴിമതി വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ അച്ഛന് നിങ്ങൾ 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു, ഇയാളത് പാർട്ടിക്കൊന്നുമല്ലോ കൊടുക്കണേ, ഇയാൾ വീട്ടിലേക്കാണ് കൊണ്ടുപോകണേ. അപ്പോൾ ഈ അച്ഛൻ ചത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കണക്ക് ചോദിക്കണമെങ്കിൽ ഈ മകൻ രാഷ്ട്രീയത്തിലാണ്. അപ്പോൾ കേരളത്തിലൊക്കെ ഇതുപോലെ ചില അച്ഛന്മാരൊക്കെ മരിച്ചിട്ട് അവരുടെ മകനെ അവരോധിക്കാൻ വേണ്ടി വേറെ ആളുടെ അടുത്ത് പോകുന്നു. ഇവരുടെ ഈ പയ്യൻ്റെ മാനേജ്മെൻറ്റ് ഇവൻ്റെ അമ്മ ഏറ്റെടുക്കുന്നു, കൈക്കൂലി മാനേജ്മെൻറ്റ്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ് ഈ അഴിമതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രോണിക് ക്യാപിറ്റലിസത്തിനോട് ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന സംഭവമാണ് ഈ കുടുംബ ഭരണം എന്ന് പറയുന്നത്. ഇപ്പുറത്ത് സ്വകാര്യ കമ്പനികൾ അവരുടെ മക്കളുടെ അല്ലെങ്കിൽ അവർ സ്വത്ത് പോകണത്. ഇപ്പുറത്തെ അപ്പോൾ ഇവിടുത്തെ ഈ അപ്പന് 50 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ അപ്പൻ ചത്ത് കഴിയുമ്പോൾ ഇത് പോയി, ആ പൈസ പോയി. അങ്ങനെ പോകാൻ പാടില്ല. പോകാണ്ടിരിക്കണേ എന്ത് ചെയ്യണം? ഇവിടുത്തെ മകൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരണം. അതാണ് ഇതിൻ്റെ ട്രാജഡി. അപ്പം അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് നിങ്ങളുടെ അപ്പൻ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് താല്പര്യം ഉണ്ടായിട്ട് വരും. അപ്പം ഇതിൽ പ്രധാന പ്രശ്നം നിങ്ങൾ പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ടത് ചെറിയ പെൺകുട്ടികളെ ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ആലോചിക്കുക എന്നുള്ള അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ അധികം സമയമെടുത്തെന്ന് തോന്നുന്നു. പിന്നെ അധികാരത്തിൽ, അതാണ് കോമൺ ആയിട്ട് പറയുന്നത്, അധികാരത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത വിഭാഗങ്ങളുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും, പ്രത്യേകിച്ച് ദളിതർ. അതിലെനിക്ക് തോന്നുന്നത് CPM ഒക്കെ ചെയ്തേക്കാളും ഹാൻഡ് പിക്കിംഗ് നടത്തിയിട്ടുള്ളത് കരുണാകരനാണ്. ഒരുപാട് പേരെ നമുക്ക് ഓർക്കാൻ പറ്റും കരുണാകരൻ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ടുവന്ന. അതൊരു വേറെ ദുഷ്ടലാക്കൊക്കെ വേറെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഇൻ ദ എൻഡ് നിങ്ങൾ നോക്കൂ, ഒരുപാട് പേരെ അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെയുള്ള അത് നമ്മൾ നിർബന്ധമായിട്ടും അധികാരത്തിൽ നിന്ന് ദീർഘകാലം അധികാരത്തിൽ നിന്നും സമ്പന്നതയിൽ നിന്നും പുറത്തു നിർത്തപ്പെട്ട വിഭാഗങ്ങളെയും സമുദായങ്ങളെയും അവരുടെ ന്യൂ ജനറേഷനെ അവർക്ക് താല്പര്യം ഉണ്ടാവും രാഷ്ട്രീയത്തിൽ, ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം അവർക്ക് അധികാരം രുചിച്ചിട്ടില്ല, അവർക്ക് സമ്പന്നതയില്ല. അവരുടെ അപ്പന്മാരൊന്നും രാഷ്ട്രീയക്കാരല്ല, അവരുടെ അപ്പന്മാർ പണിക്കാരായിരുന്നു, പറമ്പിൽ പണിക്കാരായിരുന്നു. അവരെ എങ്ങനെ ബൾക്കായിട്ട് വൻതോതിൽ കൊണ്ടുവരാൻ പറ്റും നോക്കുക. അധികാരത്തിൽ നിന്ന് ദീർഘകാലം പുറത്തു നിർത്തിയിട്ടുള്ള സമുദായങ്ങളെ, സമ്പന്നതയിൽ നിന്ന് ദീർഘകാലം പുറത്തു നിർത്തിയിട്ടുള്ള സമുദായങ്ങളെ, പ്രദേശങ്ങളെ, ചില പ്രദേശങ്ങളായിരിക്കും സമ്പന്നതയിൽ പുറകിൽ നിൽക്കണേ, അവിടെയുള്ള ആൾക്കാരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പോഴാണ് 2046 നിങ്ങളുടെ പാർട്ടി ഭരിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ പുതിയ അവർ എല്ലാ തരത്തിലുള്ള അതോറിറ്റിയും നെഗേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പുതിയ തലമുറ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബം വ്യവസ്ഥ തന്നെ വലിയ വെല്ലുവിളികൾ നേരിടാൻ പോവുകയാണ്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കുടുംബ വ്യവസ്ഥ വലിയ നമ്മളാരും ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല, എങ്കിലും വളരെ സമീപഭാവിയിൽ നമ്മുടെ ഈ കുടുംബ വ്യവസ്ഥ, കുടുംബം എന്ന് പറയുന്ന ഈ വലിയ എന്താന്ന് പറഞ്ഞാൽ ബൂർഷ്വാ പ്രസ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ നിങ്ങളുടെ ഭാഷയിൽ, അത് വലിയ അതിൻ്റെ അസ്ഥിവാരം ഇളകിക്കഴിഞ്ഞു. ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്കുക എന്നൊക്കെ പറയണ പോലത്തെ ഒരു വലിയ ഷേക്ക്. അതുപോലെ ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ഞാൻ പറയാം, ഒരു നിങ്ങൾക്ക് ഇവിടെ സില്ലിയായിട്ട് തോന്നും, 2 കോട്ട് ഞാൻ പറയാം. ഇഫ് എ ഫ്രീ സൊസൈറ്റി കനോട്ട് ഹെൽപ്പ് ദ മെനി ഹു ആർ പുവർ, it cannot save the few who are rich. If a free society which cannot help the many who are poor, it cannot save the few who are rich. അതുപോലെ വേറൊരു വോട്ട്, those who make peaceful revolution impossible will make violent revolution possible. രക്തരഹിതമായ വിപ്ലവത്തിൽ തടസ്സം നിൽക്കുന്നവർ രക്തരൂഷിതമായ വിപ്ലവം വരുത്തുന്നു. ഇത് 2 പറഞ്ഞത് ആരാന്നറിയാമോ?
വലിയ വലതുപക്ഷക്കാരനായിരുന്ന കെന്നഡിയാണ്. അപ്പോൾ അന്നത്തെ വലതുപക്ഷം പോലും ഇടതുപക്ഷമായിരുന്നു, നിങ്ങൾ ഓർത്താൽ മതി. അതേസമയം 1992 ഡെങ് സിയാവോപിങ് പറഞ്ഞാൽ എന്താ, പൂച്ച വെളുത്തതായാലും കറുത്തതായാലും എലിയെ പിടിച്ചാൽ മതി. ഇപ്പം എല്ലാ ഭൂരിപക്ഷ സഖാക്കളും അതാണല്ലോ പറയുന്നത്. പൂച്ച വെളുത്തതായാലും കറുത്തതായാലും ചുമന്നതായാലും ഇനി പിങ്ക് ആയാലും എലിയെ പിടിച്ചാൽ മതി എന്നാണ് പറയുന്നത്, എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരടക്കം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഒരു വലിയ ഒരു അറ്റം. അപ്പോൾ ഇനി പാട്ടും കൂടി ഉള്ളതുകൊണ്ട് 7 മണിക്ക് ഫുൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ സ്കാറ്റേഡായിട്ട് എൻ്റെ കുറേ ചിന്തകൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ഇതിന് അവസരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മുരളി മാഷിൻ്റെ ഓർമ്മകൾ 2 വാക്കൊന്നും പറയാതെ നിവൃത്തിയില്ല. കാരണം മാഷ് അവസാന സമയത്ത് മാഷിൻ്റെ കുറേ വേവലാതികളും ഒക്കെ പങ്കുവെക്കാൻ ഇടയായ ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് മാഷിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പുസ്തകങ്ങളൊക്കെ ഒരുപാട് കെട്ടിവെച്ചിരിക്കുന്ന പുസ്തകങ്ങളും വായന ഒക്കെ വരുമ്പോൾ മാഷ് പറയും, ഇതൊക്കെ വായിച്ചിട്ട് എന്താ കാര്യം, എനിക്ക് എവിടെയെങ്കിലും പറയാൻ കഴിയണ്ടേ, എനിക്ക് പറയാനുള്ളത് പറയാനൊരു വേദി ഉണ്ടാവണ്ടേ എന്ന് മാഷ് വളരെ ബുദ്ധിമുട്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സമയത്തൊക്കെ മാഷ് ശങ്കറിൻ്റെ കൈ പിടിച്ച് ഓരോ വേദിയിലും എത്തി പ്രയാസപ്പെട്ട് പ്രസംഗിച്ച സന്ദർഭങ്ങൾ ഓർമ്മ വരികയാണ്. പക്ഷേ മാഷിൻ്റെ ആ ഒരു മനോഭാവം ഇവിടെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ പ്രഭാഷണങ്ങൾ ഉണ്ടായത്. കാരണം ഇപ്പോഴും ആ അലയടിച്ച് നിൽക്കുന്ന പുസ്തകങ്ങൾ വായിച്ച് അതിനകത്തെ കാര്യങ്ങൾ പറയുന്ന മാഷെ, അലയടിച്ച് നിൽക്കുന്ന മാഷിൻ്റെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ എൻ്റെ കടമ നിർവഹിക്കുന്നത്.